ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. സോ NSMC നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഈ വർഷത്തെ കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ 7th ആദ്യത്തെ സയൻസിലെ ചാപ്റ്റർ ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ ചെയ്യും. ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നു. അതിൻ്റെ കുറച്ച് തിയറി പാർട്ടുമാണ് ഈ വീഡിയോയിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. സോ ഈ ഒരു ചാപ്റ്ററിൻ്റെ നെയിം എല്ലാവർക്കും അറിയാം, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് അല്ലേ. സോ ഈ ഒരു ഫിസിക്കൽ ചേഞ്ചസ് എന്താണ്, അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചസ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം അല്ലേ. അപ്പോൾ ചേഞ്ചസ് എന്ന് പറയുന്നത് പലതരത്തിലാണ്. അപ്പം ഒന്ന് ഫിസിക്കൽ ചേഞ്ച് ആണ്. അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു ഐഡിയ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം കിട്ടണം. സോ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടെമ്പററി ചേഞ്ച്. ദ ഒറിജിനൽ സബ്സ്റ്റൻസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബാക്ക് ബൈ സിമ്പിൾ മീൻസ് ലൈക്ക് ഹീറ്റിംഗ്, കൂളിംഗ്. അതായത് നമുക്ക് ടെമ്പററി ആയിട്ട് നടക്കുന്ന ഒരു ചേഞ്ചാണ്. നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ചേഞ്ച് നടന്നു കഴിഞ്ഞാൽ അതിന് ബാക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. ഏതൊരു ഹീറ്റിംഗ് ചെയ്യാം, കൂളിംഗ് ചെയ്യാം, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് സ്റ്റേറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. അങ്ങനെയുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ ഫിസിക്കൽ ചേഞ്ചസ്, അതായത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ചേഞ്ചസ് ആണ് ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്, കോമൺലി പറയുകയാണെങ്കിൽ. ഇനി നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. ഈ ഒരു ചേഞ്ച് നടക്കുന്ന സമയത്ത് പുതിയ സബ്സ്റ്റൻസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഒറിജിനൽ സബ്സ്റ്റൻസ് ഡസ് നോട്ട് ലൂസ് ഇറ്റ് കോമ്പോസിഷൻ. അതായത് ഒറിജിനൽ സബ്സ്റ്റൻസ്, ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ വാട്ടർ ഇപ്പം ഐസായി മാറുന്നുണ്ട്, വാട്ടർ അതിൻ്റെ ഗേഷ്യസ് ഫോമിലായിട്ടുള്ള സ്റ്റീമായിട്ട് മാറുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ വാട്ടർ വേപ്പറായിട്ട് മാറുന്നുണ്ട്. ഈ രണ്ട് സിറ്റുവേഷനിലും നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ വാട്ടർ എന്താണോ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ അങ്ങനെ തന്നെയാണ് അല്ലേ. അതിൻ്റെ ഒരു ചേഞ്ചസും എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല എന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ മനസ്സിലാക്കണം. സോ അതിൻ്റെ കോമ്പോസിഷനിൽ ഒരു ചേഞ്ചസും ഉണ്ടാകുന്നില്ല. അതിൻ്റെ ജസ്റ്റ് ഒരു സ്റ്റേറ്റോ സൈസോ ഷേപ്പിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ചസ് വരുന്നത്. ഇനി ചേഞ്ചസ് മേ ബി റിവേഴ്സിബിൾ. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത മാതിരി തന്നെ അതെന്താണ്, അത് ചേഞ്ചസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ് അല്ലേ, റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ചാണ്. ഇനി ഓൺലി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് ഷേപ്പ്, കളറ്, സൈസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്, ഇതിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ചസ് വരുന്നത്. ഇറ്റ് ഗെറ്റ് ചേഞ്ച്ഡ്. അതായത് ഇതിനൊക്കെ ഈ ഒരു ചേഞ്ചസിനെയാണ് നമ്മൾ ഫിസിക്കൽ ചേഞ്ചസ് എന്ന് വിളിക്കുന്നത്. എനർജി മേ ഓർ മേ നോട്ട് ബി അബ്സോർബ്ഡ് ഓർ ഇവോൾവ്. അതായത് എനർജി ചിലപ്പം അബ്സോർബ് ചെയ്യാം, ചിലപ്പോൾ എന്ത് ചെയ്യും, എനർജി അബ്സോർബ് ചെയ്യാതെ ഈ ഒരു ഫിസിക്കൽ ചേഞ്ചസും ഒക്കെ നടക്കും കേട്ടോ. ഈ ഒരു ഫിസിക്കൽ സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്താണ്, അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് മേ ബി എനർജി അവർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ എനർജി എന്ത് ചെയ്യില്ല, യൂസ് ചെയ്യില്ല. സോ അങ്ങനത്തെ ഒരു കേസാണ്. അപ്പം എനർജി മേ ഓർ മേ നോട്ട് ബി യൂസ്ഡ് എന്നാണ് ഈ ഒരു ഫിസിക്കൽ ചേഞ്ചസിൻ്റെ കേസിൽ വരുന്നത്. ഇനി കെമിക്കൽ ചേഞ്ച് എന്താണെന്ന് അറിയണം അല്ലേ. അപ്പോൾ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പെർമനൻറ്റ് ചേഞ്ച്. ദ ഒറിജിനൽ സബ്സ്റ്റൻസ് കനോട്ട് ബി ബ്രോട്ട് ബാക്ക്. അതായത് നമുക്ക് ആ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് മോസ്റ്റ് കേസസിലും, അതായത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന എല്ലാ കേസസിലും നമുക്ക് അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. അതെന്താണ്, ഇറിവേഴ്സിബിൾ ആയുള്ള ഒരു ചേഞ്ചാണ്. സോ അവിടെ അതുപോലെ തന്നെ ന്യൂ സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പുതുതായിട്ടുള്ള സബ്സ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കോമ്പോസിഷൻ ഓഫ് ദീ സബ്സ്റ്റൻസ് ആർ ഡിഫറെൻറ്റ്. അതായത് ഇപ്പോൾ വാട്ടർ റിയാക്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഒരു പുതിയൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാണ്, ഒരു ചേഞ്ചിൽ നടക്കുകയാണെന്ന് വിചാരിക്കാം. സോ ആ ഒരു സിറ്റുവേഷനിൽ വാട്ടർ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ കോമ്പോസിഷൻ ആണ് അല്ലേ. അത് അല്ലാതെ പുതിയൊരു സബ്സ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കോമ്പോസിഷൻ എന്ത് ചെയ്യും, ഡിഫറെൻ്റ് ആവും. ഓക്കെ, സോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യും, ഇതിനെക്കുറിച്ച് ഐഡിയ കിട്ടും. ഇനി നമുക്ക് നോക്കാം, ചേഞ്ചസ് മേ ബി ഇറിവേഴ്സിബിൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു കെമിക്കൽ ചേഞ്ചിൽ രണ്ട് ടൈപ്പ് ചേഞ്ചസും, അതായത് കെമിക്കൽ ചേഞ്ച് നടക്കുന്ന സിറ്റുവേഷനിൽ മോസ്റ്റ് കോമൺലി നമുക്ക് രണ്ട് ചേഞ്ചസും കാണാൻ പറ്റും. ബോത്ത് ദ ഫിസിക്കൽ ചേഞ്ച് ആൻഡ് ഓൾസോ ദ കെമിക്കൽ ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് ഈ ഒരു കെമിക്കൽ ചേഞ്ചിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഷേപ്പ്, സൈസ്, കളറ്, സ്റ്റേറ്റ്, ഇതിലൊക്കെ എന്ത് ചെയ്യും, കെമിക്കൽ ചേഞ്ച് നടക്കുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലും ചേഞ്ച് വരാം. ഇനി കെമിക്കൽ കോമ്പോസിഷനിൽ അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടിയിലും എന്തുണ്ടാവും, ചേഞ്ച് ഉണ്ടാവാം. ഓക്കെ, സോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ ഒരു സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് എനർജി ഈസ് എയ്തർ അബ്സോർബ്ഡ് ഓർ ഇവോൾവ്. അതായത് ഒന്നെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ എനർജി റിലീസ് ചെയ്യും. ഇവോൾവ് ചെയ്യുക എന്ന് പറയുന്നത് റിലീസാണ് കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ റിലീസ് ചെയ്യും, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യും. കെമിക്കൽ ചേഞ്ചിൽ ഡെഫിനറ്റ്ലി എനർജി യൂസ് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ചേഞ്ചിൽ എന്തില്ല, എനർജി യൂസ് ചെയ്യണമെന്നില്ല. എനർജി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു ഫിസിക്കൽ ചേഞ്ച് റിവേഴ്സിബിൾ ആയിട്ടുള്ള, മോസ്റ്റ് കോമൺലി റിവേഴ്സിബിൾ ആണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മൾ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടി നമുക്ക് നോക്കാം. ഫിസിക്കൽ ചേഞ്ചസിൻ്റെ എക്സാമ്പിളാണ് മെൽട്ടിങ്. ഒരു ഐസ് മെൽട്ട് ആവുന്നു, അതൊരു ഫിസിക്കൽ ചേഞ്ചാണ്. കാരണം അതിൻ്റെ സ്റ്റേറ്റ് ആണ് ചേഞ്ച് വരുന്നത് അല്ലേ. അപ്പം ആ ഒരു
ഐസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്ന് അത് ലിക്വിഡ് ആയിട്ടുള്ള ഒരു മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് മാറുന്നു. അതിനെയാണ് മെൽറ്റിംഗ് എന്ന് വിളിക്കുന്നത്. മെൽറ്റിംഗ് എന്താണ്? ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ഇനി ഷ്രെഡിങ്, നമ്മൾ പേപ്പർ ഷ്രെഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ ടൈനി പീസസ് ആക്കി മാറ്റുന്നു. ആ ടൈനി പീസസ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സ് എന്താണ്? ആക്ച്വലി ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. അതിൻ്റെ സൈസ് ഷേപ്പിലൊക്കെയാണ് ചേഞ്ചസ് വരുന്നത്. സോ അത് ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. അതിനെ നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയും. ഇനി ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ വാട്ടർ ബോയിൽ ചെയ്യാണ് അല്ലേ. വാട്ടർ ബോയിൽ ചെയ്തിട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ഗ്യാഷ്യസ് ഫോമിലേക്ക് അല്ലെങ്കിൽ സ്റ്റീം എന്ന് പറയുന്ന ഫോമിലേക്കാണ് മാറുന്നത്. സോ സ്റ്റീം എന്ന് പറയുന്ന ഫോം ആയിട്ട് മാറുന്ന സമയത്ത് അതിൽ സ്റ്റേറ്റിലാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. വാട്ടർ എന്ന് പറയുന്ന ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാഷ്യസ് ആയിട്ടുള്ള വാട്ടർ വേപ്പർ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്കാണ് മാറുന്നത്. സോ ബോയിലിംഗ് എന്താണ്? ആക്ച്വലി അത് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ഇനി ചോപ്പിംഗ്, നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നു, അതിനെ നമുക്ക് എന്താ പറയുക? നമുക്കൊരു ഫിസിക്കൽ ചേഞ്ച് ആയിട്ട് പറയും. കാരണം അതിൻ്റെ സൈസ് ഒക്കെയാണ്, സൈസിലും ഷേപ്പിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ടൈനി ചേഞ്ചസ് വരുന്നത്. സോ അതിനെ നമുക്ക് ഫിസിക്കൽ ചേഞ്ചസ് ആയിട്ട് പറയാം. ഇനി കെമിക്കൽ ചേഞ്ചസ് ആയിട്ട് വരുന്നതാണ് കമ്പഷൻ. കമ്പഷൻ എന്ന് പറയുന്നത് ഓക്സിജൻ്റെ അല്ലെങ്കിൽ എയറിൻ്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷനാണ് കമ്പഷൻ എന്ന് പറയുന്നത്. അതായത് ഓക്സിജൻ്റെ പ്രസൻസിൽ ബേൺ ആവുക, ഇതിനെയാണ് കമ്പഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം കമ്പഷൻ നടക്കണമെങ്കിൽ 3 കാര്യങ്ങളാണ് ഡെഫിനറ്റ് ആയിട്ട് വേണ്ടത്. വൺ ഈസ് ഓക്സിജൻ എന്ന് പറയുന്ന ഫ്യൂവലാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന് ഒരു കമ്പഷൻ നടക്കേണ്ട ഒരു പെർട്ടിക്കുലർ ഹീറ്റ് ഉണ്ട്. സോ ആ ഹീറ്റ് എന്താണ്? അതിന് റിക്വയർഡ് ആണ്. സോ ആ ഹീറ്റും ഇഗ്നീഷൻ ടെമ്പറേച്ചറും അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഓക്സിജനും റിക്വയർഡ് ആണ് കേട്ടോ ഒരു ഫ്യൂവലിൻ്റെ കേസിൽ, അല്ലെങ്കിൽ ഒരു കമ്പഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി റോട്ടിംഗ്, ഒരു പഴുത്ത ഒരു പഴം നമ്മൾ നോക്കാം, ഒരു ആപ്പിൾ നോക്കാം, ഒരു റൈപ്പൺ ആയിട്ടുള്ള ഒരു ആപ്പിൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് നമുക്ക് കാണാൻ പറ്റും, അത് റോട്ടാവുന്നത് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ റോട്ടാവുന്നതെന്ന് പറഞ്ഞാൽ സെർട്ടൺ മൈക്രോബ്സ് ആക്ട് ചെയ്തിട്ട് അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്യുന്നതാണ്. സോ ഇതിനെ നമുക്ക് കെമിക്കൽ ചേഞ്ച് എന്ന് പറയാൻ പറ്റും. അപ്പോൾ റോട്ടിംഗ് എന്താണ്? ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. റസ്റ്റിംഗ് എന്ന് പറയുന്നത് അയൺ എന്ന് പറയുന്ന മെറ്റീരിയൽ ഓക്സിജനും വാട്ടറുമായിട്ട്, അല്ലെങ്കിൽ പെർട്ടിക്കുലർലി നമ്മൾ കോമൺലി പറയുകയാണെങ്കിൽ എയറും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അത് അയൺ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് മാറുന്നതിനാണ് റസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ റസ്റ്റിംഗ് എന്താണ്? ആക്ച്വലി ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. ഡൈജഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ മെറ്റീരിയൽസ് എല്ലാം സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ സ്മോൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് മാറ്റാണ് അല്ലേ. സോ ഇതാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. സോ അതിൽ കെമിക്കൽ കോമ്പോസിഷൻ ആണ് മാറുന്നത്. സോ ഇറ്റ്സ് എ കെമിക്കൽ ചേഞ്ച്. സോ ഇതാണ് നമ്മൾ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസിനെ കുറിച്ച് നമ്മൾ സിമ്പിളായിട്ട് അറിഞ്ഞിരിക്കേണ്ട, ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കെമിക്കൽ ചേഞ്ച്, ഇതിൽ കെമിക്കൽ ചേഞ്ച് അല്ലാത്തത് ഏതാണ്? അതായത് കെമിക്കൽ കോമ്പോസിഷനിലോ ഫിസിക്കൽ കോമ്പോസിഷനിലോ രണ്ടിലും, അല്ലെങ്കിൽ എയ്തർ രണ്ടിലും നടക്കാം, അല്ലെങ്കിൽ കെമിക്കൽ കോമ്പോസിഷനിൽ മാത്രമായിരിക്കും ചേഞ്ചസ് ഉണ്ടാവുക. ഇതിനെയാണ് അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് എന്ന് വിളിക്കുന്നത്. സോ ഫോട്ടോസിന്തസിസ് നമുക്ക് നോക്കാം. ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റിന് യൂസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ വാട്ടറും കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൂക്കോസും ഓക്സിജൻ റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്ലാന്റ്സിൽ നടക്കുന്ന ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. സോ ഈ ഫോട്ടോസിന്തസിസ് പ്രോസസ്സിൽ ആക്ച്വലി എന്താ നടക്കുന്നത്? ഇവിടെ കെമിക്കൽ കോമ്പോസിഷൻ ആണ് അല്ലേ. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഫോം ഉണ്ട്, വാട്ടർ എന്ന് പറയുന്ന 2 ആളുകളുണ്ട് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് കമ്പൈൻ ചെയ്യുന്നത്. ഇവർ കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരാൾ ക്രിയേറ്റ് ചെയ്യാണ്. ആരാണ്? ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരാൾ ക്രിയേറ്റ് ചെയ്യാണ്. ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരാൾ പുതിയൊരു കെമിക്കൽ കോമ്പോസിഷനിലുള്ള ഒരാളാണ്. അപ്പോൾ എന്താണ്? അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് ആണ് നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കെമിക്കൽ ചേഞ്ച് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ എന്തല്ല, നമ്മളെ റൈറ്റ് ആൻസർ അല്ല. ഇനി നമുക്ക് അടുത്ത നോക്കാം. ഡൈജഷൻ ഓഫ് ഫുഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡൈജഷൻ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡ്, അതായത് ബിഗ്ഗർ കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിട്ടുള്ള ഫുഡിനെ സിംപ്ലർ ആയിട്ടുള്ള അബ്സോർബബിൾ ഫോമിലായിട്ടുള്ള ടൈനി പീസസ് ആയിട്ട് മാറ്റുന്ന പ്രോസസ്സാണ് നമ്മൾ ഡൈജഷൻ എന്ന് വിളിക്കുന്നത്. സോ ഡൈജഷനിൽ കെമിക്കൽ കോമ്പോസിഷനിൽ ചേഞ്ചസ് വരുന്നുണ്ട്. സോ ഇറ്റ്സ് കൺസിഡർഡ് ആസ് എ കെമിക്കൽ ചേഞ്ച്. ഇനി കൺവേർഷൻ ഓഫ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, അതായത് നമ്മൾ വീടിലൊക്കെ വരുന്ന LPG ഉണ്ട് അല്ലേ. LPG ആണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുന്നത്. അതിൽ ലിക്വിഡ് ആയിട്ടാണ് നമുക്ക് ഗ്യാസിനെ കാണാൻ പറ്റുക. ലിക്വിഡായിട്ട്, അതായത് ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും കൊടുത്ത് അതിനെ ലിക്വിഡിനെ എന്താക്കി മാറ്റിയിട്ടുള്ളതാണ്, ഗ്യാസിന് ലിക്വിഡ് ആക്കി മാറ്റിയിട്ടുണ്ട്, കംപ്രസ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, അതായത് ഗ്യാസ് സ്റ്റവ് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ആ ഒരു നമ്മൾ റെഗുലേറ്റേഴ്സ് ഉണ്ടാവും അല്ലേ, റെഗുലേറ്റേഴ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗ്യാസ് അത് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഇത് ആക്ച്വലി എന്താണ്? ലിക്വിഡ് പെട്ടെന്ന് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്ന സമയത്ത്, അറ്റ്മോസ്ഫിയറിലേക്ക് അത് എൻ്റർ ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് ഗ്യാസ് ആയിട്ട് മാറുന്നതാണ്. അപ്പോൾ ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഒരാൾ ഗ്യാസ് ആയിട്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ മാറുന്നത് അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു ഗ്യാസ് ഓപ്പൺ ഇൻ ദ സിലിണ്ടർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് LPG ഗ്യാസ് ആയിട്ട് മാറുന്നത് ആക്ച്വലി എന്താണ്? അവിടെ ലിക്വിഡ് ടു ഗ്യാസ് ചേഞ്ച് ആണ്. അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ മാത്രം ഉണ്ടാവുന്ന ചേഞ്ച് ആണ് എന്താ?
അവിടെ നടക്കുന്നത്. സോ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ മാത്രം ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ. ഏതർ സൈസ് ആവാം, ഷേപ്പ് ആവാം, സ്റ്റേറ്റ് ആവാം, കളർ ആവാം, ഇതിൽ മാത്രം ചേഞ്ചസ് ഉണ്ടാവുകയാണ്, ന്യൂ സബ്സ്റ്റൻസ് ഒന്നും ഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡർ ആസ് എ ഫിസിക്കൽ ചേഞ്ച്. സോ ഇറ്റ് ഈസ് ഓൾസോ എ ഫിസിക്കൽ ചേഞ്ച്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫിസിക്കൽ ചേഞ്ച് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. സോ ഓപ്ഷൻ സി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി ഓപ്ഷൻ ഡി കൂടി നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി എന്താണ് വരുന്നത് നോക്കാം. പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ് ഫ്രം ആനിമൽ വേസ്റ്റ്. അതായത് ഒരു ആനിമൽ വേസ്റ്റ് നമ്മൾ കമ്പോസ് ചെയ്ത് അത് ബയോഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആനിമൽ വേസ്റ്റ് എന്ന് പറയുന്നത് വേറൊരു മെറ്റീരിയലാണ്. അതിലുള്ള certain ബാക്ടീരിയാസ്, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ മെത്തനോജൻസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് മീഥേൻ ഗ്യാസിനെ എന്ത് ചെയ്യുന്നത്, ബയോഗ്യാസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ വേസ്റ്റുകളിലൊക്കെ നമുക്ക് അതായത് കൗഡങ്ങിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ കൗവിൻ്റെ ഗട്ടിലൊക്കെ കാണുന്ന certain ബാക്ടീരിയ ആണ് ഈ ഒരു മെത്തനോജൻസ് എന്ന് പറയുന്ന ബാക്ടീരിയ. ഈ ബാക്ടീരിയ എന്ത് ചെയ്യും, ഈ ആനിമൽ വേസ്റ്റിനെ എല്ലാം എന്ത് ചെയ്യും, ഈ ഒരു കൗഡങ്ങിൻ്റെ പ്രസൻസിൽ കമ്പോസ്റ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, അത് കൺവേർട്ട് ചെയ്ത് മീഥേൻ ഗ്യാസ് ആക്കി മാറ്റും. അതായത് ഈ ഓർഗാനിക് മാറ്ററിനെല്ലാം മീഥേൻ ഗ്യാസ് ആക്കി മാറ്റും. ഇതാണ് ബയോഗ്യാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു മെറ്റീരിയൽ, അതായത് നമ്മളെ certain ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ആയിരിക്കും നമ്മുടെ ആനുവൽ വേസ്റ്റിൽ ഉണ്ടാവും അല്ലേ, അതിന് certain ആയിട്ടുള്ള മീഥേൻ ഗ്യാസ് എന്ന് പറയുന്ന ഗ്യാസും മാനുവർ എന്ന് പറയുന്ന ഒരാളുമായിട്ട് മാറ്റുന്നുണ്ട്. മാനുവർ എന്ന് പറഞ്ഞാൽ വളങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റുന്നുണ്ട്. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇവിടെ നമുക്ക് ഒരു കെമിക്കൽ കോമ്പോസിഷനിൽ ഉണ്ടാവുന്ന ചേഞ്ചാണ് കാണാൻ പറ്റുക. അതുകൊണ്ട് ഇതിനെ നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്നാണ് പറയുക. സോ ഇതും നമ്മളെ ഓപ്ഷനായിട്ട് വരില്ല. സോ ഓപ്ഷൻ ഡിയും എന്താണ്, റോങ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. സോ ഓപ്ഷൻ സി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ സി ആണ് നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാം. നോട്ട് ട്രൂ അല്ലെങ്കിൽ നോട്ട് കറക്റ്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചിലപ്പോൾ കറക്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, മാർക്ക് ചെയ്യും. അപ്പോൾ നമ്മളിത് റോങ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ്റെ ഈച്ച് ബൈ വേർഡ് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. സോ നമുക്ക് നോക്കാം. എ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഈസ് ഓൾവേസ് എ കെമിക്കൽ ചേഞ്ച്. അതായത് സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച് എപ്പോഴും ഒരു കെമിക്കൽ ചേഞ്ച് ആണെന്ന് പറയുന്നത് ആണോ? സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച് അല്ലെങ്കിൽ ഷേപ്പിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ സൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചിന് നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടാണ് ഈ 4 കാര്യങ്ങളെയും നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെ നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്നാണ് പറയുന്നത്. സോ ഇതൊരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ നമുക്ക് ഇവിടെ ഇതൊരു ഓപ്ഷനായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇനി എ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഓൾവേസ് ഫോംഡ് ഇൻ എ കെമിക്കൽ ചേഞ്ച്. അതായത് ഒരു കെമിക്കൽ ചേഞ്ചിൽ കെമിക്കൽ കോമ്പോസിഷനിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പം കെമിക്കൽ കോമ്പോസിഷനിൽ ചേഞ്ച് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഫോട്ടോസിന്തസിസിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസ് പറഞ്ഞു. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും റിയാക്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസും ഓക്സിജനുമാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. കെമിക്കൽ കോമ്പോസിഷൻ, അതായത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്, അത് ഗ്ലൂക്കോസും ഓക്സിജനായിട്ട് മാറിയിട്ടുണ്ട്. സോ ഗ്ലൂക്കോസും ഓക്സിജനായിട്ട് മാറുന്ന സമയത്ത് പുതിയൊരു സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ 2 സബ്സ്റ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ മാറിയിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഈസിലി പറയാൻ പറ്റും അവിടെ കെമിക്കൽ കോമ്പോസിഷനിൽ ചേഞ്ച് വന്നു, ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്തു. അപ്പോൾ ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നത് എന്തായിരിക്കും, ഒരു കെമിക്കൽ ചേഞ്ച് ആയിരിക്കും. സോ ഇത് ഒരു കെമിക്കൽ ചേഞ്ച് ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. സോ ഈ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഓൾവേസ് ഫോംഡ് ഇൻ എ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇത് നമ്മളുടെ ആൻസർ അല്ല. ഇനി ബേണിംഗ് ഓഫ് വുഡ് പ്രൊഡ്യൂസസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. നമ്മളൊരു മരത്തടി നമ്മൾ എന്ത് ചെയ്യുന്നു, കത്തിക്കുന്ന സമയത്ത്, അത് കത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ ക്യാമ്പ് ഫയറിലൊക്കെ നമ്മൾ ലൈറ്റ് യൂസ് ചെയ്യും, അതിൻ്റെ വാംനെസ് യൂസ് ചെയ്യും അല്ലേ, ഹീറ്റൊക്കെ യൂസ് ചെയ്യും. അപ്പം ഒരു വുഡ് നമ്മൾ ബേൺ ചെയ്യുന്ന സമയത്ത് അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്, ഒരുപാട് ഗ്യാസസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ അത് ഹീറ്റും ലൈറ്റും എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അതും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ക്യാമ്പ് ഫയറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പം നമുക്ക് അതൊക്കെ നമുക്ക് എഫക്റ്റീവായിട്ട് വരുന്നതാണ്. സോ ബേണിംഗ് ഓഫ് വുഡ് പ്രൊഡ്യൂസസ് ഹീറ്റ് ആൻഡ് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഓപ്ഷനും നമ്മൾ കറക്റ്റ് അല്ല. ഇനി ഡിസോൾവിങ് സോൾട്ട് ഇൻ വാട്ടർ ഈസ് എ കെമിക്കൽ ചേഞ്ച്. അതായത് സോൾട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് സോൾട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, വാട്ടറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ സൈസിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ചസ് വരുന്നത് കേട്ടോ. സൈസിൽ മാത്രമാണ് ചേഞ്ചസ് വരുന്നത്. കംപ്ലീറ്റ്ലി അവർ മിക്സ് ആവുന്നില്ല കേട്ടോ. അവർ മിക്സ് ആവല്ല ചെയ്യുന്നത്. അവർ 2 പേരെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, റിവേഴ്സ് ചെയ്യാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഇവാപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ആ ഒരു സോൾട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഗെറ്റും ചെയ്യാം. അതായത് നമുക്ക് അതിൻ്റെ സോളിഡ് ഫോമിനെ നമുക്ക് അവിടെ റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന റിയാക്ഷനാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ
നമുക്ക് ഏതെങ്കിലും സോൾട്ട് ആവട്ടെ, ഷുഗർ ആവട്ടെ, ഇതൊക്കെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നത് ആക്ച്വലി നമുക്ക് ഒരു ഫിസിക്കൽ ചേഞ്ച് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നോട്ട് എ കെമിക്കൽ ചേഞ്ച്. ന്യൂ സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്യുന്നില്ല, അവിടെ കെമിക്കൽ കോമ്പോസിഷനിൽ ചേഞ്ചസ് വരുന്നില്ല, ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ മാത്രമാണ് അവിടെ ചേഞ്ച് വരുന്നത്. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഫിസിക്കൽ ചേഞ്ച്. അപ്പം കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് റോങ് ആണ്. സോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. സോ അത് വെച്ചിട്ട് നമുക്ക് ഈസിലി പറയാൻ പറ്റും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്, ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സോ നമ്മൾ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരിക? ഓപ്ഷൻ ബി അല്ലേ? സോ ഓപ്ഷൻ ബി ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റനിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. 1 and 4 ഓൺലി എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇനി കെമിക്കൽ ചേഞ്ച് എന്താണെന്നുള്ളത് കുറച്ചും കൂടി ഒന്ന് സ്ട്രെസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പുതിയൊരു സബ്സ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നൊരു അല്ലെങ്കിൽ പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നൊരു ചേഞ്ച് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് കെമിക്കൽ ചേഞ്ചസിൽ സർട്ടൻ സിറ്റുവേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഏതൊക്കെ സിറ്റുവേഷൻസ് ആണ് മോസ്റ്റ് കോമൺലി കാണാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. സം സൈൻസ് ഓഫ് കെമിക്കൽ ചേഞ്ചസ് ആർ എ ചേഞ്ച് ഇൻ കളർ ആൻഡ് ഫോർമേഷൻ ഓഫ് ബബിൾസ്. അതായത് ഇപ്പോൾ ഒരു ചേഞ്ച് നടക്കുന്ന സമയത്ത് അവിടെ സർട്ടൻ ബബിൾസ് ഫോം ചെയ്യുന്നുണ്ട്. മേ നോട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ബബിൾസ് ഫോം ചെയ്യുന്നത് ചിലപ്പോൾ കാണാം, ചിലപ്പോൾ കാണാതിരിക്കാം. ഓക്കെ. ഇനി ചേഞ്ച് ഇൻ കളർ, ചിലപ്പോൾ കളറിലും ചേഞ്ച് ചെയ്യുന്നത് എന്താണ്, ഒരു കെമിക്കൽ ചേഞ്ച് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. കെമിക്കൽ ചേഞ്ചസ് നടക്കുമ്പോൾ നമുക്ക് കളർ ചേഞ്ച് എന്ത് ചെയ്യാൻ പറ്റും, സർട്ടൻ സിറ്റുവേഷനിൽ കാണാൻ പറ്റും. ഇനി ഫിസിക്കൽ ചേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളർ ചേഞ്ചും ഫിസിക്കൽ ചേഞ്ച് ആയിട്ട് പറയാനുണ്ട്. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ പറയാം കേട്ടോ. ഇനി 5 കണ്ടീഷൻസ് ഓഫ് കെമിക്കൽ ചേഞ്ച്, അതായത് കെമിക്കൽ ചേഞ്ച് നടന്നു എന്ന് ഉറപ്പിക്കാനുള്ള 5 ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 1 is കളർ ചേഞ്ച്, അതായത് കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ കളർ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ ഇത് കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ വേറെ എന്തൊക്കെയുണ്ട്, ഫോർമേഷൻ ഓഫ് എ പ്രസിപ്പിറ്റേറ്റ്, അതായത് ന്യൂലി ആയിട്ടുള്ള സെഡിമെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ താഴെ നമുക്ക് സർട്ടൻ മെറ്റീരിയൽസ് അത് സെഡിമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അവിടെ സെറ്റിൽ ഡൗൺ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ക്ലോഗ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് നമുക്ക് സെറ്റിൽ ഡൗൺ ആയിട്ടൊക്കെ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ താഴെ കാണുകയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് എ പ്രസിപ്പിറ്റേറ്റ്. അതിനെയാണ് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് എന്ന് വിളിക്കുക. അതായത് നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ ഒരു റിയാക്ഷൻ ചെയ്യുന്നു, ആ റിയാക്ഷന് ശേഷം നമുക്ക് താഴെ ഒരു പാർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റില്ല, അതിനെയാണ് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് എന്ന് വിളിക്കുന്നത്. സോ പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷൻ ആക്ച്വലി എന്താണ്, ഒരു കെമിക്കൽ ചേഞ്ചാണ്. ഇനി ഫോർമേഷൻ ഓഫ് ഗ്യാസ്, ഒരു ഗ്യാസ് ഫോം ചെയ്യാന്നുള്ളതും എന്താണ്, ഒരു കെമിക്കൽ ചേഞ്ചാണ്. അതെന്താണ്, കെമിക്കൽ ചേഞ്ചിൻ്റെ ഒരു സൈനാണ്. അപ്പോൾ ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈൻസ് ആണ് പറയുന്നത്. ഓക്കെ. ഇനി ഓർഡർ ചേഞ്ച്, നമുക്ക് സ്മെല്ലിൽ ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ. സ്മെല്ലിൽ ചേഞ്ച് ഫീൽ ചെയ്യാൻ പറ്റും, അത് ഒരു കെമിക്കൽ ചേഞ്ചിൻ്റെ എക്സാമ്പിളാണ്. ഇനി ടെമ്പറേച്ചർ ചേഞ്ച്, ചിലപ്പം നമ്മൾ പറഞ്ഞു എനർജി റിക്വയർഡ് ആണ് കെമിക്കൽ ചേഞ്ചിന്. എനർജി ഒന്നെങ്കിൽ എന്ത് ചെയ്യും, അത് അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, റിലീസ് ചെയ്യും, അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യും അവിടുന്ന്. ഓക്കെ. സോ അതാണ് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് കളർ ചേഞ്ച്, ഫോർമേഷൻ ഓഫ് എ പ്രസിപ്പിറ്റേറ്റ്, അതായത് ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുന്നത്, ഫോർമേഷൻ ഓഫ് എ ഗ്യാസ് ആൻഡ് ഓർഡർ ചേഞ്ച്, ടെമ്പറേച്ചർ ചേഞ്ച്. ഇതൊക്കെ കെമിക്കൽ ചേഞ്ച് നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സയൻസ് ആണ്. ഓക്കെ. സയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം നമുക്കൊരു ചേഞ്ചിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വുഡ് ബി എ കെമിക്കൽ ചേഞ്ച്. അങ്ങനെയാണ് നമ്മൾ പറയാം. ഓക്കെ. ഇനി നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടത്. ആ ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെയും നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നുള്ളത്. അതിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്, സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവിടെയും നമ്മൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സും നമുക്ക് വായിച്ച് നോക്കാം. എ ചേഞ്ച് ഇൻ കളർ ഈസ് ഓൾവേസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് കെമിക്കൽ ചേഞ്ച്. അതായത് ഒരു ചേഞ്ച് ഇൻ കളർ എപ്പോൾ നടന്നാലും അതൊരു കെമിക്കൽ ചേഞ്ച് ആണെന്ന് പറയുന്നത്. അത് ഞാനൊരു സിമ്പിളായൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വാക്സ് മെൽട്ട് ആക്കുന്നു, വാക്സിൻ്റെ കളർ വൈറ്റ് അല്ലേ, വാക്സ് മെൽട്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ലിക്വിഡ് ഫോമിൻ്റെ കളർലെസ് ആയിരിക്കും. അപ്പോൾ അവിടെ കളർ ചേഞ്ച് ആയില്ലേ, അത് ഫിസിക്കൽ ചേഞ്ച് ആണോ കെമിക്കൽ ചേഞ്ച് ആണോ? ഇറ്റ്സ് എ ഫിസിക്കൽ ചേഞ്ച്. അതെന്താണ്, ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ കാണാൻ മേ ഓർ മേ നോട്ട് ബി ആണ് കേട്ടോ. കളർ ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സൈൻ. ഓക്കെ. ഇറ്റ്സ് എ സൈൻ. പക്ഷേ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്, ഇത് എപ്പോഴും ഓൾവേസ് ഈ കളർ ചേഞ്ച് ഒരു കെമിക്കൽ ചേഞ്ച് അല്ല. ഇറ്റ്സ് ഓൾസോ ക്യാൻ ബി സീൻ ഇൻ ഫിസിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ച് നടക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു ചേഞ്ച് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ എ ഒരു റോങ് ആയിട്ടുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ 1 ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഇവല്യൂഷൻ ഓഫ് എ ഗ്യാസ് ഈസ് എ സൈൻ ഓഫ് കെമിക്കൽ ചേഞ്ച്. ഇവല്യൂഷൻ ഓഫ് ഗ്യാസ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, ഏതെങ്കിലും ഒരു ഗ്യാസ് ഫോം ചെയ്യുന്നത് ആക്ച്വലി എന്താണ്, ഒരു കെമിക്കൽ ചേഞ്ചിൻ്റെ ഒരു സൈനാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, നമ്മൾ ആൻസർ അല്ല.
ഇനി ഫോർമേഷൻ ഓഫ് എ പ്രസിപ്പിറ്റേറ്റ് ഈസ് എ സൈൻ ഓഫ് കെമിക്കൽ ചേഞ്ച്. അതായത് ഫോർമേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ്, അതായത് താഴെ എന്തൊക്കെയോ കാര്യങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം, സെറ്റിൽ ഡൗൺ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ന്യൂ സബ്സ്റ്റൻസ്, പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇറ്റ്സ് ഓൾസോ എ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരില്ല. ഇനി നമുക്ക് അടുത്ത ഒരു ആളെ നോക്കാം. ഓൾ കെമിക്കൽ ചേഞ്ചസ് ആർ റിവേഴ്സിബിൾ. എല്ലാ കെമിക്കൽ ചേഞ്ചസും റിവേഴ്സിബിൾ ആണെന്ന് പറയുന്നത്. എല്ലാ കെമിക്കൽ ചേഞ്ചസും മോസ്റ്റ് ഓഫ് ദ കെമിക്കൽ ചേഞ്ചസ് ആർ ഇറിവേഴ്സിബിൾ ഇൻ നേച്ചറാണ്. ഇറിവേഴ്സിബിൾ ആണ് മോസ്റ്റ് ഓഫ് ദ തിങ്ങും. അപ്പം ഇത് ഒരു റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇവിടെയും 1 and 4 ഓൺലി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ഡി ആണ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. 1 and 4 എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം സെർട്ടൻ ചേഞ്ചസിനെ നമുക്ക് നോക്കാം. അപ്പം സെർട്ടൻ ചേഞ്ചസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ റിവേഴ്സിബിൾ ചേഞ്ചസ് പറഞ്ഞു, ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് പറഞ്ഞു. അത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ റിവേഴ്സിബിൾ ചേഞ്ചസ് ക്യാൻ ബി undone to retrieve the original material primarily involving the physical alternation. അതായത് ഫിസിക്കൽ ആൾട്ടർനേഷൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ ഒരു ചേഞ്ച് നടന്നതിനെ നമുക്ക് അൺഡൺ ചെയ്യാൻ പറ്റും, അതായത് അൺഡു ചെയ്യാൻ പറ്റും. ഓക്കെ, അൺഡു ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ചേഞ്ചിനെയാണ് നമ്മൾ റിവേഴ്സിബിൾ ചേഞ്ചസ് എന്ന് വിളിക്കാം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഐസിനെ മെൽട്ടാക്കി അതിൻ്റെ ലിക്വിഡ് ഫോമിലേക്ക് മാറ്റുന്നു, വാട്ടറാക്കി മാറ്റുന്നു. ആ വാട്ടറിനെ നമുക്ക് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഐസാക്കാൻ പറ്റും അല്ലേ. സോ ഇറ്റ് ഈസ് ബേസിക്കലി ഫിസിക്കൽ ആൾട്ടറേഷൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റിൽ നമ്മൾ ചേഞ്ചസ് വരുത്തി അതിനെന്ത് ചെയ്യുന്നു, ആ ചേഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിവേഴ്സ് ചെയ്യുന്നു അല്ലേ, അതിനെ അൺഡു ചെയ്യുന്നു. അപ്പോൾ അൺഡു ചെയ്യാൻ പറ്റും. അപ്പോൾ അൺഡു ചെയ്യാൻ പറ്റുന്ന ഒരു ചേഞ്ചാണ് നമ്മൾ റിവേഴ്സിബിൾ ചേഞ്ചസ് എന്ന് വിളിക്കാം. ഇനി ഇറവേഴ്സിബിൾ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇറവേഴ്സിബിൾ ചേഞ്ചസ് ആർ പെർമനൻറ്റ് റിസൾട്ടിങ് ഇൻ ന്യൂ സബ്സ്റ്റൻസ് ദാറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ് ബാക്ക്. നമുക്ക് ബാക്കായിട്ട്, അതായത് അതിനെ അൺഡു ചെയ്യാൻ പറ്റാത്ത ചേഞ്ചസിനെയാണ് നമ്മൾ ഇറിവേഴ്സിബിൾ ചേഞ്ചസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം സെർട്ടൻ സിറ്റുവേഷനിൽ അത് പുതിയ സബ്സ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യും, സെർട്ടൻ സിറ്റുവേഷനിൽ പുതിയ സബ്സ്റ്റൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പം എല്ലാ സിറ്റുവേഷനിലും ന്യൂ സബ്സ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല കേട്ടോ, അതും കൂടി നമുക്ക് പറയാം. ഇനി നമുക്ക് അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഒരു ഐസ് മെൽട്ടായിട്ട് അതിൻ്റെ ലിക്വിഡ് ഫോമിലേക്ക് മാറുന്നുണ്ട്. ഇറ്റ്സ് എ ഫിസിക്കൽ ചേഞ്ച്, അല്ലെങ്കിൽ അത് റിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ചാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബ്രേക്ക് ചെയ്യുന്നു, ഒരു ഗ്ലാസ് എന്ത് ചെയ്യുന്നു, ഒരു ഗ്ലാസ് ബോട്ടിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. അതിന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ തിരിച്ച് അതിൻ്റെ ആ ഒരു അൺഡു ചെയ്തിട്ട് അതിൻ്റെ ഒറിജിനൽ ഫോർമാറ്റിലേക്ക് അല്ലെങ്കിൽ ഒറിജിനൽ ഷേപ്പിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, റൈറ്റ്. നമുക്ക് അത് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോസസ്സുകൾ ചെയ്യണം അല്ലേ. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ അൺഡു ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് എ ഇറിവേഴ്സിബിൾ, ഇറ്റ്സ് ആൻ ഇറിവേഴ്സിബിൾ ചേഞ്ച്. അതെന്താണ്, ഒരു ഇറിവേഴ്സിബിൾ ചേഞ്ചാണ്. ഇനി ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്തൊരു പ്ലാന്റ് ആവുന്നു, ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്ത് പ്ലാന്റ് ആയ ആ ഒരു പ്ലാന്റ് നമുക്ക് തിരിച്ച് അത് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അത് ഫോം ചെയ്തുള്ള ആ ഒറിജിനൽ സീഡിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഇല്ല. ഇറ്റ് ഈസ് ഓൾസോ എൻ ഇറിവേഴ്സിബിൾ ചേഞ്ച്, അതായത് ഒരു ഇറിവേഴ്സിബിൾ ചേഞ്ച് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ കെമിക്കൽ ചേഞ്ച്. അതെന്താണ്, ഒരു കെമിക്കൽ ചേഞ്ച് കൂടിയാണ്. ഇനി മെൽട്ടിങ്, വാക്സ് മെൽട്ട് ആവുന്നു. വാക്സ് മെൽട്ടായി കഴിഞ്ഞാൽ എന്താണ്, വാക്സ് മെൽട്ടായി കഴിയുന്ന സമയത്ത് നമുക്ക് എന്താണ്, അതൊരു ഫിസിക്കൽ ചേഞ്ചാണ്. പക്ഷേ ഇവിടെ വാക്സ് മെൽട്ട് ആവാൻ മാത്രമല്ല, വാക്സ് ബേണിംഗ് നടക്കുന്നുണ്ട് അല്ലേ, ഒരു കാൻഡിലിൻ്റെ ബേണിംഗ് ആണ് നടക്കുന്നത്. സോ കാൻഡിലിൻ്റെ ബേണിംഗ് എന്ന് പറയുന്നത് ആ സിറ്റുവേഷനിൽ നമുക്ക് രണ്ട് ചേഞ്ചസും കാണാൻ പറ്റും, ഫിസിക്കൽ ചേഞ്ചും കാണാം, കെമിക്കൽ ചേഞ്ചും കാണാം. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് വാക്സ് മെൽട്ട് ആവുന്ന കണ്ടീഷൻ ഫിസിക്കൽ ചേഞ്ച് ആണ്. പക്ഷേ വാക്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്യാസസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് ബേണിംഗ്, അതിനെയാണ് ബേണിംഗ് എന്ന് വിളിക്കുന്നത്. സോ ബേണിംഗ് സിറ്റുവേഷനിൽ അവിടെ കെമിക്കൽ ചേഞ്ചും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് രണ്ട് സിറ്റുവേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ കാണാൻ പറ്റും. ഫിസിക്കൽ ചേഞ്ചും അതുപോലെ തന്നെ കെമിക്കൽ ചേഞ്ചും ഈ ഒരു സിറ്റുവേഷനിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഒരു ഇറിവേഴ്സിബിൾ ചേഞ്ച് കൂടിയാണ് കേട്ടോ, ഇതൊരു ഇറിവേഴ്സിബിൾ ചേഞ്ചാണ്. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. ബാക്കിയെല്ലാം എന്താണ്, ഇതെന്താണ്, ഇത് റിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ചാണ്. ഫസ്റ്റ്ലി കൊടുത്തിട്ടുള്ളത് റിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ചാണ്. നമുക്ക് ലാസ്റ്റായിട്ട് കൊടുത്തിട്ടുള്ള ആളെന്താണ്, ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ചാണ് കേട്ടോ, ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതാണ് നോക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പോസ്ഡ് സർഫേസ് ഓഫ് എ സ്ലൈസ്ഡ് ആപ്പിൾ ടേൺ ബ്രൗൺ ഡ്യൂ ടു. അതായത് നമ്മൾ ആപ്പിൾ കട്ട് ചെയ്ത് വെച്ച് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സീ എ ബ്രൗൺ അപ്പിയറൻസ് ഓൺ ദാറ്റ് ഫ്രൂട്ടിൻ്റെ മുകളിൽ ഒരു ബ്രൗൺ അപ്പിയറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കാണാൻ പറ്റും. സോ ആ ബ്രൗൺ ഫോർമേഷൻ ആക്ച്വലി അത് ഓക്സിജൻ, അതായത് നമ്മളെ ഓക്സിജൻ അല്ലേ, നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഔട്ടർ ലെയറിൽ, അതായത് ഫ്രൂട്ടിൻ്റെ ഔട്ടർ ലെയറിലുള്ള സേർട്ടൻ കെമിക്കൽ കോമ്പണൻസ് എന്തായിട്ട് മാറും, അതിൻ്റെ ഓക്സൈഡ് ഫോംസിലേക്ക് മാറുന്നതാണ്. അപ്പോൾ അവിടെ ന്യൂ സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. അവിടെ ഒരു ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ അതെന്താണ്, അതൊരു കെമിക്കൽ ചേഞ്ച് ആയിരിക്കും ഡെഫിനറ്റ്ലി നടക്കാം. ഈ ഒരു ചേഞ്ചിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അവിടെ ഉണ്ടായിട്ടുള്ള ആ ഒരു ഫോർമേഷൻ നമുക്ക് ഒരിക്കലും റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല.
വി കനോട്ട് ബ്രോട്ട് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ ഫോമിലേക്ക് ബ്രോട്ട് ബാക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അൺഡു ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് ആൻ ഇറിവേഴ്സിബിൾ ചേഞ്ച്. അതുകൊണ്ട് ഇറിവേഴ്സിബിൾ ചേഞ്ച് ആണ്. സോ അങ്ങനെയാണെങ്കിൽ അവിടെ പുതിയ സബ്സ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓക്സൈഡ്സ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്, പുതിയ സബ്സ്റ്റൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഓപ്ഷൻ എ എന്താണ്, കറക്റ്റാണ്. ഇനി ഫിസിക്കൽ ഇറിവേഴ്സിബിൾ ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത്. ഒരു ഫിസിക്കൽ ഇറിവേഴ്സിബിൾ ചേഞ്ച് ആണ് അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത്. ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ച് അല്ല, അവിടെ ബ്രൗൺ കളർ ഫോർമേഷൻ ആക്ച്വലി ഒരു കെമിക്കൽ ചേഞ്ച് ആണ്, ഓക്സൈഡ് ഫോർമേഷൻ ആണ്. അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് റോങ് ആണ്, ഇറിവേഴ്സിബിൾ ചേഞ്ച് ആണത്. അപ്പോൾ ഈ ഇറിവേഴ്സിബിൾ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്, പക്ഷേ ഇറ്റ്സ് നോട്ട് എ ഫിസിക്കൽ ചേഞ്ച്. സോ ഈ ഒരു ഓപ്ഷൻ റോങ് ആണ്. ഇനി ഓപ്ഷൻ സി നോക്കാം. ഇറിവേഴ്സിബിൾ ചേഞ്ച് ആണ് അവിടെ ഒക്കർ ചെയ്യുന്നത്. യെസ്, അത് കറക്റ്റ് ആണ് അല്ലേ. അപ്പം നമുക്ക് രണ്ടും ശരിയായതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. ബോത്ത് എ ആൻഡ് സി എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം കേട്ടോ. അപ്പം അതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തൊരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിസിക്കൽ ചേഞ്ച് എന്താണ്, കെമിക്കൽ ചേഞ്ച് എന്താണ്. ഇത് നമ്മൾ സിംപ്ലി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സിംപ്ലി ചെയ്യാൻ പറ്റും. അതിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് നമുക്ക് നോക്കാം. ദ എക്സ്പ്ലോഷൻ ഓഫ് ഫയർ ക്രാക്കർ. നമ്മളൊരു പടക്കം നമ്മൾ കത്തിക്കുന്ന സമയത്ത്, ഫയർ ക്രാക്കർ എക്സ്പ്ലോഡ് ആവുന്ന സമയത്ത് അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്യാസസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. ഒരുപാട് നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഗ്യാസസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫയർ ക്രാക്കർ എക്സ്പ്ലോഡ് ആവുന്ന സമയത്ത് സിറ്റുവേഷനിൽ നടക്കുന്നുണ്ട്. സോ ഇറ്റ്സ് നോട്ട് എ കെമിക്കൽ ചേഞ്ച്, ഇറ്റ്സ് നോട്ട് എ ഫിസിക്കൽ ചേഞ്ച്. അതെന്തല്ല, ഒരു ഫിസിക്കൽ ചേഞ്ച് അല്ല, ഇറ്റ്സ് എ കെമിക്കൽ ചേഞ്ച്. കാരണം അവിടെ പുതിയ സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ന്യൂ സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ കെമിക്കൽ ചേഞ്ച്. സോ എക്സ്പ്ലോഷൻ ഓഫ് ഫയർ ക്രാക്കർ ഈസ് എ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ സൈസ്, ഷേപ്പ്, സ്റ്റേറ്റിൽ ഇതിലൊക്കെയാണ് ചേഞ്ചസ് വരുന്നതെന്ന് പറയുന്നത്. ആണോ? അല്ല, ഒരിക്കലും ഇല്ല. അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്യാസസ് ആയിട്ടാണെന്ന് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഇറ്റ്സ് കൺസിഡർ ആസ് എ കെമിക്കൽ ചേഞ്ച്. അതെന്താണ്, ഒരു കെമിക്കൽ ചേഞ്ച് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഈ ഫിസിക്കൽ ചേഞ്ച് ഈസ് എ റിവേഴ്സിബിൾ ചേഞ്ച് എന്നാണ് പറയുന്നത്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺലി റിവേഴ്സിബിൾ ചേഞ്ച് ആയിരിക്കും കേട്ടോ. മോസ്റ്റ് കോമൺലി ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആയിരിക്കും. പക്ഷേ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. നമ്മൾ ഒരു പേപ്പർ ഷ്രെഡ് ചെയ്യുന്നു, പേപ്പർ ഷ്രെഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടിയർ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് സിമ്പിൾ മീൻസിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, അൺഡു ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ബോട്ടിലിനെ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു അല്ലെങ്കിൽ ബ്രേക്കിംഗ് ചെയ്യുന്നു, അത് നമുക്ക് സിമ്പിൾ മീൻസിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ അൺഡു ചെയ്യാൻ പറ്റില്ല. സോ ഡെഫിനറ്റ്ലി അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്, പക്ഷേ അതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് അൺഡു ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അൺഡു ചെയ്യാൻ പറ്റാത്ത കുറച്ച് സിറ്റുവേഷൻസ് ഫിസിക്കൽ ചേഞ്ചസിലുണ്ട്. അത് എക്സെപ്ഷൻ കേസുകളാണ് കേട്ടോ. മോസ്റ്റ് കേസുകളും റിവേഴ്സിബിൾ ആയിരിക്കും. ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസും ഉണ്ട്, നിങ്ങൾ എന്താ മനസ്സിലാക്കുക. അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് ഈസ് എ റിവേഴ്സിബിൾ ചേഞ്ച് മോസ്റ്റ് കോമൺലി പറയുകയാണെങ്കിൽ അത് ശരിയാണ് കേട്ടോ. മോസ്റ്റ് കോമൺലി പറയുന്ന സമയത്ത് ഇറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 റോങ് ആണ്, ഇൻകറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ് ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബി ആണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ ബി ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന മുമ്പേ നമുക്ക് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഫിസിക്കൽ ചേഞ്ചസിനെ കുറിച്ച് കൂടി നമ്മൾ അറിയണം അല്ലേ. അത് നമ്മൾ ഒരു ബ്രേക്കിംഗ്, ഒരു ഗ്ലാസ് ബോട്ടിലിൻ്റെ ബ്രേക്കിംഗ് നടക്കുന്നു, അതെന്താണ്, ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഫിസിക്കൽ ചേഞ്ച് ആണ്. ഇനി ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്, ഒരു ക്യാന് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ഷോർട്ടൻ ചെയ്യുന്നു, അതിൻ്റെ സൈസ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. അത് നമുക്ക് സിമ്പിൾ മീൻസിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, അൺഡു ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ ഫിസിക്കൽ ചേഞ്ച്. അത് ഷേപ്പിൽ, സൈസിൽ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, അതിൽ ചേഞ്ചസ് വന്നിട്ടുള്ളത്, പക്ഷേ നമുക്ക് അതിനെ അൺഡു ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഇറിവേഴ്സിബിൾ ഫിസിക്കൽ ചേഞ്ച് കേട്ടോ. ഇനി പേപ്പർ ഷ്രെഡ് ചെയ്യുന്നു, ഈ സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അത് നമുക്ക് സിമ്പിൾ മീൻസിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറിജിനൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ബ്രോട്ട് ബാക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. സോ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആൻഡ് ഇറിവേഴ്സിബിൾ ഫിസിക്കൽ ചേഞ്ച് ഈസ് ആൻ ആൾട്ടറേഷൻ ഇൻ ദ ഫോം ഓഫ് സൈസ്, form, shape or state or substance that cannot be undone by simple physical means. അതായത് സിമ്പിൾ ഫിസിക്കൽ മീൻസിലൂടെ നമുക്ക് അൺഡു ചെയ്യാൻ പറ്റാത്ത ഫിസിക്കൽ ചേഞ്ചസിനെയാണ് വി കോൾ ഇറ്റ് ആസ് ഫിസിക്കൽ ഇറിവേഴ്സിബിൾ ചേഞ്ചസ് എന്ന് വിളിക്കാം. ഓക്കെ, സോ അതെന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തൊരു സിറ്റുവേഷൻ വരുന്നത് 2 ക്വസ്റ്റ്യൻസ് ആണ്, 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളത് നോക്കാം. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് റസ്റ്റിംഗ് ഓഫ് എൻ അയൺ ഈസ് എൻ chemical change. It's a chemical change because a new substance, iron oxide, is formed and the original iron cannot be easily recovered. അതായത് അയേണ് ഓക്സിജൻ്റെയും വാട്ടറിൻ്റെയും പ്രസൻസിൽ അയേൺ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു ഫോം ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് ആക്ച്വലി
നമ്മൾ റസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. സോ റസ്റ്റിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കെമിക്കൽ ചേഞ്ച് ആണ് കേട്ടോ. അത് ഫിസിക്കൽ ചേഞ്ച് അല്ല, ഇറ്റ്സ് എ കെമിക്കൽ ചേഞ്ച്. സോ അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. ഇത് കറക്റ്റായിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുള്ളത്. റസ്റ്റിങ്ങിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം നോക്കാം കേട്ടോ. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നത് ദ മെൽറ്റിംഗ് ഓഫ് വാക്സ് ഈസ് എ ഫിസിക്കൽ ചേഞ്ച് ബിക്കോസ് ദ മോൾട്ടൺ വാക്സ് cannot easily return to solid wax by cooling and no new substance is formed. അതായത് മെൽറ്റിംഗ് ഓഫ് വാക്സ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ആയിട്ടുള്ളൊരു ചേഞ്ചാണ്. അതായത് അതിൻ്റെ സൈസിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. അല്ല, മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള വാക്സ് ലിക്വിഡ് ആയിട്ടുള്ള ഫോമിലേക്കാണ് മെൽറ്റിംഗിൽ നടക്കുന്നത്. അപ്പോൾ മെൽറ്റിംഗ് ഓഫ് വാക്സ് ഈസ് എ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ശരിയാണ്. ഇത് ശരിയാണ്, ഇതുവരെ ശരിയാണ്. ഇനി ബിക്കോസ് ദ മോൾട്ടൺ വാക്സ് കനോട്ട് ഈസിലി എന്ന് പറയുന്നത് ആ വേർഡ് നിങ്ങൾ നോക്കണം. ഈ വേർഡ് നിങ്ങൾ കറക്റ്റ് നോക്കണം. കനോട്ട് ഈസിലി, നമുക്ക് അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. നമുക്ക് ഈസിലി റിവേഴ്സ് ചെയ്യാൻ പറ്റും. മോൾട്ടൺ ആയിട്ടുള്ള ലിക്വിഡ് ഫോമിലുള്ള വാക്സിനെ കൂൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ വി കാനോട്ട് മേക്ക് ഇറ്റ് ടു ബ്രോഡ് ബാക്ക് ഇൻ ടു ദി ഫിസിക്കൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫിസിക്കൽ ചേഞ്ചിനെ നമുക്ക് അതിനെ സോളിഡ് ഫോമിലേക്ക് ബ്രോഡ് ബാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്രോഡ് ബാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചേഞ്ചാണ്. സോ ദാറ്റ് ക്യാൻ ഈസിലി റിട്ടേൺ ടു സോളിഡ് വാക്സ് ബൈ കൂളിംഗ് ആൻഡ് നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഫോം ചെയ്യുന്നില്ല മെൽറ്റിങ്ങിൽ. അവിടെ എന്താ നടക്കുന്നത്, അവിടെ സ്റ്റേറ്റിൽ മാത്രമാണ് ചേഞ്ചസ് വരുന്നത്. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഫിസിക്കൽ ചേഞ്ച് ആൻഡ് വി ക്യാൻ ഈസിലി റിട്ടേൺ ബാക്ക് ടു ഇറ്റ്സ് സോളിഡ് ഫോം. അതിൻ്റെ സോളിഡ് ഫോമിലേക്ക് നമുക്ക് ഈസിലി റിട്ടേൺ ബാക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓവറോൾ നോക്കുന്ന സമയത്ത് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ്, ഇൻകറക്റ്റ് ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു സിറ്റുവേഷൻ ജസ്റ്റ് ഒന്ന് നോക്കുന്നു. മെനി എവറിഡേ പ്രോസസ് ഇൻവോൾവ് ഫിസിക്കൽ ചേഞ്ചസ് ഇൻ സ്റ്റേറ്റ് ഓർ ഷേപ്പ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ന്യൂ ബോൺസ് ആൻഡ് സബ്സ്റ്റൻസ് ഫോംഡ്. അതായത് നിങ്ങൾ എപ്പോഴും കെമിക്കൽ ചേഞ്ചസ് മനസ്സിലാക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അതായത് വാക്സിൽ ഏറ്റവും കൂടുതലുള്ളത് കാർബൺ എന്ന് പറയുന്ന ഒരാളാണ്. ഓക്കെ, കാർബൺ എന്ന് പറയുന്ന ഒരാളാണ് വാക്സിൽ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ പറ്റുക. ഓക്കെ, വാക്സ് എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺ ആണ്, കാർബണും ഹൈഡ്രജനാണ് അതിൽ കാണാൻ പറ്റുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ബേൺ ചെയ്യുന്ന സമയത്ത്, അതായത് ഇത് ഓക്സിജൻ്റെ പ്രസൻസിൽ നമ്മൾ കാർബൺ ഫോമിലുള്ള, അല്ലെങ്കിൽ കാർബണിൻ്റെ ഒരുപാട്, കാർബൺ മാത്രമല്ല കേട്ടോ, ഒരുപാട് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഒരുപാട് എലമെൻറ്റ്സ് അതിൽ കാണാൻ പറ്റും. ഡെഫിനറ്റ്ലി അതിൽ മോസ്റ്റ് പ്രോബബ്ലി കാർബൺ ആണ് ഉണ്ടാവുക. അപ്പോൾ വാക്സ് കാർബൺ എന്ന് പറയുന്ന ആൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ആളുകളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ഗ്യാസസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്യാസസ് ആയിട്ട് മാറുന്ന സമയത്ത് അതിൻ്റെ ബോണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാർബണ് മറ്റൊരു ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് പുതിയ ബോൺസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓൾറെഡി ഉള്ള ബോൺസ് അവർ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പുതിയ ബോൺസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഫോർമേഷൻ ഓഫ് എ ന്യൂ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി പറയാൻ പറ്റും, ഈ നമ്മൾ ഡെയിലി കാണുന്ന ഒരുപാട് സിറ്റുവേഷനിൽ ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും എന്ത് ചെയ്യുന്നുണ്ട്, നോർമലി നടക്കുന്നുണ്ട് കേട്ടോ. 2 സിറ്റുവേഷൻ നടക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കെമിക്കൽ ചേഞ്ച് മാത്രം ഉണ്ടാകുന്ന ഡെയിലി ഒരു സിറ്റുവേഷനാണ് റസ്റ്റിംഗ് എന്ന് പറയുന്നത്. റസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, റസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റെഡിഷ് ബ്രൗൺ ലെയർ ഓൺ അയണിൻ്റെ മുകളിൽ റെഡിഷ് ബ്രൗൺ ലെയർ ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ റസ്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ കെമിക്കലി പറയുകയാണെങ്കിൽ റസ്റ്റ് എന്ന് പറയുന്നത് അയൺ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരാളാണ്. ഇത് ഒരു കെമിക്കൽ ചേഞ്ചാണ്, ഇറ്റ്സ് എ കെമിക്കൽ ചേഞ്ച്. റസ്റ്റ് ഈസ് എ ന്യൂ സബ്സ്റ്റൻസ്. റസ്റ്റ് എന്ന് പറയുന്നത് ആ ബ്രൗൺ ലെയർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ന്യൂ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. റസ്റ്റിങ്ങിന് ഏറ്റവും റിക്വയർഡ് ആയിട്ടുള്ള 2 കണ്ടീഷൻസ് ആണ്. 1 ഈസ് ഓക്സിജൻ ഓർ നമ്മൾ കോമൺലി എയർ എന്ന് പറയും. ഓക്കെ, കോമൺലി എയർ എന്നായിരിക്കും പറയാം, പക്ഷേ പെർട്ടിക്കുലർലി ഓക്സിജൻ ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഇനി മോയ്സ്ചർ അല്ലെങ്കിൽ വാട്ടർ എന്നാണ് നമ്മൾ പറയുക. മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന വാട്ടർ കണ്ടന്റിനെയാണ് വി കോൾ ഇറ്റ് ആസ് മോയ്സ്ചർ എന്ന് വിളിക്കുക. അപ്പോൾ മോയ്സ്ചർ അല്ലെങ്കിൽ വാട്ടർ എയറിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു, അയൺ ഓക്സൈഡായിട്ട് മാറുന്ന പ്രോസസ്സാണ്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ഔട്ടർ ലെയർ ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് റസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് റസ്റ്റിങ്ങിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക, അതിൻ്റെ സം സിറ്റുവേഷൻസ് നോക്കാം. പെയിൻറ്റിങ് ഓർ അപ്ലൈങ് ഗ്രീസ് ഓർ ഓയിൽ, അതായത് നമുക്ക് ഗ്രീസ് ഓയിലൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ മേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് പുറത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ബാരിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അയൺ ഡയറക്റ്റ്ലി എയറുമായിട്ട് എന്ത് ചെയ്യില്ല, കോൺടാക്റ്റ് വരില്ല, വാട്ടറുമായിട്ട് ഡയറക്റ്റ്ലി കോൺടാക്റ്റ് വരില്ല. അപ്പോൾ ഗ്രീസിങ്ങും അതുപോലെ തന്നെ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബാരിയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ പ്രിവെൻറ്റ് ദ റസ്റ്റിങ്ങിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗാൽവനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്. ഗാൽവനൈസേഷൻ അല്ലെങ്കിൽ ഗാൽവനൈസിങ് എന്ന് പറയുന്നത്
അയണിനേക്കാളും കൂടുതലായിട്ട്, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സിങ്ക് ഒക്കെ അയണിനേക്കാളും നന്നായിട്ട് റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. അയണിനേക്കാളും ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് സിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ സിങ്ക് ആക്ച്വലി എന്ത് ചെയ്യും, സിങ്ക് അയണിനെ കമ്പയർ ചെയ്യുമ്പോൾ, അയണിനെ നമ്മൾ നോക്കുന്ന സമയത്ത് സിങ്കിൻ്റെ ഒരു ഔട്ടർ ലെയർ നമ്മൾ അയണിൻ്റെ മുകളിൽ കൊടുക്കുകയാണെങ്കിൽ സിങ്ക് അതിൽ എന്ത് ചെയ്യും, കോംപ്രമൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, കൊറോഡ് ചെയ്യും. ഓക്കെ, സിങ്കിന് നമ്മൾ ഔട്ടർ കവറായിട്ട് കൊടുക്കുകയാണെങ്കിൽ സിങ്ക് എന്ത് ചെയ്യും, ആദ്യം വാട്ടറുമായിട്ടും എയറുമായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് അത് എന്ത് ചെയ്യും, കൊറോഡായി പോകും. അപ്പോൾ നമുക്ക് അയണിൻ്റെ പ്രിവെൻഷൻ അല്ലെങ്കിൽ അയണിൻ്റെ കൊറോഷൻ എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റസ്റ്റിങ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ ഷിപ്സിലൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ നടത്തുന്നത് കേട്ടോ. ഓക്കെ, ഗാൽവനൈസേഷൻ ചെയ്യും. ഇനി വേറെ മെറ്റൽസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോർമേഷൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പം അയണിനെ നമ്മൾ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാർബണൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ സ്റ്റീൽ എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റും. അതുപോലെ തന്നെ നമ്മൾ കോപ്പറും ടിന്നും മിക്സ് ചെയ്തിട്ട് നമ്മൾ കോപ്പറിൻ്റെ കൊറോഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡിപ്ലീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ഫോമിലേക്ക് മാറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫോംസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പം അലോയ്സ് ലൈക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അയണ്, കൊബാൾട്ട്, നിക്കൽ, മാംഗനീസ് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ്, കാർബണൊക്കെ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ അവരെല്ലാം ചേർന്നിട്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽസ് ഒക്കെ ഉണ്ടാക്കുന്നത്. സോ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫോംസിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ മാറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അലോയ്സ് നമ്മൾ മേക്ക് ചെയ്താൽ നമുക്ക് റസ്റ്റിങ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ആർ കറക്റ്റ്? ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ, ഇൻകറക്റ്റ് അല്ല, കറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി മാനുവർ ഫോർമേഷൻ ഫ്രം ലീവ്സ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. മാനുവർ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം കമ്പോസ്റ്റിലാണ് ഉണ്ടാകുന്നത് അല്ലേ. മാനുവർ എന്ന് പറയുന്നത് ഒരു ലീഫ് മാനുവർ ആയിട്ട് മാറുന്നു, ലീഫ് ഗ്രീൻ ലീഫായിട്ടുള്ള അല്ലെങ്കിൽ ഡ്രൈഡ് ആയിട്ടുള്ള ലീഫ് ഒരു മാനുവർ ആയിട്ട് മാറുന്നു. മാനുവർ ആവുന്ന സമയത്ത് അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷനിൽ ചേഞ്ച് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ കെമിക്കൽ കോമ്പോസിഷനിൽ ചേഞ്ച് വരുന്നതിന് നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്നാണ് വിളിക്കുക. മാനുവർ ഫോർമേഷൻ ഫ്രം ലീവ്സ് ഈസ് എ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി കെമിക്കലി അയൺ ആൻഡ് റസ്റ്റ് ആർ സെയിം. അയണും റസ്റ്റും സെയിം ആണെന്ന് പറയുന്നത്. റസ്റ്റ് എന്ന് പറയുന്നത് റെഡിഷ് ബ്രൗൺ ലെയർ ഓൺ അയൺ ആണ് അല്ലേ. അതിനെ നമ്മൾ എന്താ വിളിച്ചത്, അതിനെ നമ്മൾ വിളിച്ചത് റസ്റ്റ് എന്നാണ്, അല്ലെങ്കിൽ അയൺ ഓക്സൈഡ് എന്നാണ് വിളിച്ചത്. സോ അയൺ ഓക്സൈഡ് ആണ് അവിടെ വരുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും കെമിക്കലി അയൺ ആൻഡ് റസ്റ്റ് ആർ സെയിം എന്ന് പറയുന്നത് എന്താണ്, റോങ് ആണ്. സോ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ബ്രേക്ക് ഡൗൺ ഓഫ് ഓസോൺ. ഓസോൺ എന്ന് പറയുന്നത് ഓക്സിജൻ 3 ഓക്സിജൻ്റെ ട്രൈ അറ്റോമിക് മോളിക്യൂളാണ് ഓസോൺ എന്ന് പറയുന്നത് കേട്ടോ. ഓക്സിജൻ്റെ ട്രൈ അറ്റോമിക് മോളിക്യൂളാണ്. അത് നമുക്ക് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ലെയറിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു തിൻ ആയിട്ടുള്ള ലെയറൊക്കെയാണ് നമ്മൾ ഓസോൺ എന്ന് പറയുന്നത്. ഓസോൺ പാളി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഓസോൺ പാളി അല്ലെങ്കിൽ ഓസോൺ എന്ന് പറയുന്ന മെറ്റീരിയൽ എന്തായിട്ട് മാറും, ഡിസിൻറ്റഗ്രേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഓസോൺ ഒരു റിയാക്ഷൻ നടന്നിട്ട് O3 എന്ന് പറയുന്ന ഫോം O2 എന്ന് പറയുന്ന ഗ്യാസും നേസൻ്റ് ഓക്സിജൻ എന്ന് പറയുന്ന ഓക്സിജനായിട്ട് മാറുന്നുണ്ട്. ഇത് നിങ്ങൾ ഹയർ ലെവലിൽ എത്തുമ്പോൾ ഈ ഒരു റിയാക്ഷനെ കുറിച്ചൊക്കെ പഠിക്കട്ടെ. റിയാക്ഷൻ ഒന്നും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട. ഓക്സിജൻ എന്ത് ചെയ്യും, ഓസോൺ ഡിസിൻറ്റഗ്രേറ്റഡ് ആയിട്ട് ഓക്സിജനും നേസൻ്റ് ഓക്സിജനൊക്കെ ആയിട്ട് മാറും കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നീവ് ഓക്സിജൻ എന്നൊക്കെ പറയും. അപ്പോൾ നേസൻ്റ് ഓക്സിജൻ ആയിട്ട് മാറുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഇറ്റ്സ് എ കെമിക്കൽ ചേഞ്ച്. അതൊരു കെമിക്കൽ ചേഞ്ച് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം ഓക്സിജൻ്റെ ട്രൈ അറ്റോമിക് മോളിക്യൂൾ അതിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഡൈ അറ്റോമിക് ആയിട്ടുള്ള അതിൻ്റെ നോർമൽ ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിജൻ എന്ന് പറയുന്ന ഗ്യാഷ്യസ് ഫോമിലേക്കാണ് മാറുന്നത്. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കതിന് ഒരു കെമിക്കൽ ചേഞ്ച് ആയിട്ടാണ് പറയാൻ പറ്റുക. കാരണം O3 O2 ആയിട്ടാണ് മാറുന്നത് അല്ലേ. O3 O2 + O എന്ന് പറയുന്ന കണ്ടീഷൻ ആയിട്ടാണ് മാറുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഇതെന്താണ്, ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. ഇനി സിങ്ക് കോട്ടഡ് അയൺ പൈപ്സ് റസ്റ്റ് ഈസിലി. അതായത് സിങ്ക് കോട്ട് ചെയ്ത് അയണ് റസ്റ്റിങ് പെട്ടെന്ന് നടക്കുമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഗാൽവനൈസേഷൻ നടന്നാൽ നമുക്ക് അവിടെ കോംപ്രമൈസേഷൻ ആണ്, അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും, അത് സെൽഫായിട്ട് കോംപ്രമൈസ് ചെയ്തില്ല അല്ലെങ്കിൽ സെൽഫായിട്ട് സാക്രിഫൈസ് ചെയ്തിട്ടാണ് സിങ്ക് എന്ത് ചെയ്യും, സിങ്ക് ആദ്യം കൊറോഡ് ചെയ്യും, അയൺ എന്ത് ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ സാക്രിഫൈസേഷൻ അല്ലെങ്കിൽ സാക്രിഫിഷ്യൽ കൊറോഷൻ ആണ് ആക്ച്വലി സിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സിങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന സാക്രിഫിഷ്യൽ കൊറോഷൻ ആയതുകൊണ്ട് തന്നെ അത് ആദ്യം കൊറോഡ് ചെയ്തിട്ട് അയൺ എന്ത് ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പം അത് റസ്റ്റിംഗ് പ്രോപ്പർലി നടക്കില്ല കേട്ടോ, അത് ബാരിയർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പം ഇത് റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത്. അപ്പോൾ 1 and 3 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ, ഉണ്ട്, ഓപ്ഷൻ എ ആണ്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇതാണ് നമ്മളെ ഓപ്ഷൻ എ ആണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നുള്ളത് ഒബ്സർവ് ദ ഗിവൺ ഫിഗർ കെയർഫുള്ളി ആൻഡ് സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. സോ നമുക്ക് നോക്കാം. ഇവിടെ നമുക്കൊരു സിറ്റുവേഷൻ ആണ് തന്നിട്ടുള്ളത്. ഈ സിറ്റുവേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കൊരു കോണിക്കൽ ഫ്ലാസ്ക് ഉണ്ട്, അതിൽ നമുക്കൊരു ആസിഡ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു മെറ്റലായിട്ടുള്ള സിങ്ക് ഗ്രാന്യൂൾസ് ഉണ്ട്. ഇത് കോണിക്കൽ ഫ്ലാസ്കിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതിന് ഗ്ലാസ്
ട്യൂബ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോക്ക് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ട്യൂബും വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഗ്യാസ് എ എന്ന് പറയുന്ന ഒരു ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആസിഡാണ് അല്ലേ, ഒരു ആസിഡാണ് ഇവിടെ റിയാക്ട് ചെയ്യുന്നത്. ആസിഡിൻ്റെ കൂടെ ആര് കൂടിയുണ്ട്, ഒരു മെറ്റലാണ് അല്ലെ, സിങ്ക് എന്ന് പറയുന്ന ഒരു മെറ്റലാണ്. ആസിഡും മെറ്റലും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്ന ഒരു ഗ്യാസ് എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യും കേട്ടോ. ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്ന ഒരു ഫോം അല്ലെങ്കിൽ ഒരു ഗ്യാസ് ഫോം ചെയ്യും. അതിൻ്റെ കൂടെ ഒരു സോൾട്ട് കൂടി ഫോം ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു സോൾട്ട് കൂടി അതിൻ്റെ കൂടെ ഫോം ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. സോൾട്ട് ഫോർമേഷനൊക്കെ ഹൈഡ്രജൻ ഗ്യാസ് ആണ് അവിടെ ഗ്യാസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. സോ അവിടെ ഒരു ഗ്യാസ് ഇവോൾവ് ചെയ്തു. ഗ്യാസ് ഇവോൾവ് ചെയ്തത് ഇറ്റ് ക്യാൻ ബി എ സൈൻ ഓഫ് കെമിക്കൽ ചേഞ്ച് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആസിഡും മെറ്റലും റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ എന്ന് പറയുന്ന പുതിയൊരു ആളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി അതെന്താണ്, ഒരു കെമിക്കൽ ചേഞ്ച്. അപ്പം നമുക്ക് ഗ്യാസ് എവല്യൂഷൻ കണ്ടു. അതേപോലെ തന്നെ നമുക്ക് അവിടെ സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതൊരു കെമിക്കൽ ചേഞ്ച് ആണെന്ന് മനസ്സിലാക്കി. ഇനി അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സിറ്റുവേഷൻ ആണ് ഹൈഡ്രജൻ. നമ്മൾ നോർമലി പഠിച്ചിട്ടുള്ളത് ഈസിലി നമുക്ക് ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആയിട്ടാണ് നമ്മൾ ഹൈഡ്രജൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഹൈഡ്രജൻ ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ ഇൻസേർട്ടായിട്ട് അത് അവിടെ തന്നെ കിടക്കുകയാണെങ്കിൽ അത് ആക്ച്വലി അതൊരു എക്സ്റ്റിങ്ക്വിഷർ ആയിട്ട് കൂടി ആക്ട് ചെയ്യാൻ അതിന് പറ്റും കേട്ടോ. അപ്പം അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഓക്സിജനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്സിജൻ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്സിജനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്യാസ് കൂടിയാണ് ഹൈഡ്രജൻ. ഇന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഓക്സിജൻ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഓക്സിജൻ്റെ ആ ഒരു പ്ലേസിനെ എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓക്സിജനെ അതിൽ നിന്ന് റിമൂവ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആ പ്ലേസിനെ റിമൂവ് ചെയ്യാൻ ഹൈഡ്രജൻ എന്ത് ചെയ്യാൻ പറ്റും കേട്ടോ, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ ഈ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഗ്യാസ് എക്ക് പോകാൻ പറ്റും. പക്ഷേ ഗ്യാസ് എ ആക്ച്വലി എന്താണ്, അവിടെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്നുണ്ട്. അതായത് ഫയർ ഇവിടെ നമ്മളൊരു മാച്ച് സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് പറ്റും കേട്ടോ. ഹൈഡ്രജൻ നമ്മൾ ഹൈലി ഇൻഫ്ലേമബിൾ ആണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ആക്ച്വലി ഇത് ഓപ്പൺ ആയിട്ടുള്ള ഒരു സർഫസിലാണ് ഹൈഡ്രജൻ എന്ത് ചെയ്യുക, ഹൈലി ഇൻഫ്ലേമബിൾ, അതായത് ഓക്സിജൻ്റെ പ്രസൻസിലാണ് ചെയ്യുക. ഇനി ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓക്സിജൻ ഉണ്ട് പക്ഷേ എന്താണ്, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നറിലാണെങ്കിൽ ഓക്സിജൻ ഈസ് ആക്ച്വലി ആക്ടിങ് ആസ് എ എക്സ്റ്റിങ്ക്വിഷർ, അവിടെ എക്സ്റ്റിങ്ക്വിഷർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എ കെമിക്കൽ ചേഞ്ച് ഈസ് ടേക്കിംഗ് പ്ലേസ്, അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് ആണ് ടേക്കിംഗ് പ്ലേസ് ചെയ്യുന്നത്. അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, നമ്മളൊരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത് നമ്മളെ ആൻസർ അല്ല. ഇനി ഗ്യാസ് എ ഈസ് എ സൾഫർ ഡയോക്സൈഡ്. ഗ്യാസ് എ എന്ന് പറയുന്നത് സൾഫർ ഡയോക്സൈഡ് ആണെന്ന് പറയുന്നത്. സൾഫർ ഡയോക്സൈഡ് ആണ് ഗ്യാസ് എ എന്ന് പറയുന്നത് അല്ല. ഗ്യാസ് എ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ ഗ്യാസ് ആണ്. സോ ഇതാണ് നമ്മൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. നമുക്ക് നോക്കാം. ബേണിംഗ് മാച്ച് സ്റ്റിക്ക് വിൽ ഗെറ്റ് എക്സ്റ്റിങ്ക്വിഷ്ഡ്. അതിൻ്റെ ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഹൈഡ്രജൻ ഗ്യാസിൻ്റെ പ്രസൻസ് കൊണ്ട് പറ്റും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതും എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അവിടെ റോങ് ആണ്. ഇനി ദ ടെസ്റ്റ് ട്യൂബ് ഫീൽസ് വാം ആഫ്റ്റർ ദി ചേഞ്ച്. അതായത് ഈ ഒരു ചേഞ്ച് നടക്കുന്ന സമയത്ത് ഒരുപാട് ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് വി കോൾ ഇറ്റ് ആസ് എക്സോതെർമിക് ചേഞ്ചസ് എന്ന് വിളിക്കാം. ഓക്കെ, അവരെ നമ്മൾ എക്സോതെർമിക് ചേഞ്ചസ് എന്ന് വിളിക്കാം. അപ്പോൾ എക്സോതെർമിക് ചേഞ്ചസിൻ്റെ ഒരു എക്സാമ്പിളാണ് ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ എന്ന് പറയുന്നത്. അപ്പം ഇതെന്താണ്, ഒരു എക്സോതെർമിക് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ടെസ്റ്റ് ട്യൂബ് ഫീൽസ് വാം ആഫ്റ്റർ ദി ചേഞ്ച് എന്ന് പറയുന്ന ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ നമ്മളെ ഓപ്ഷൻ അതും കറക്റ്റ് അല്ല, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നില്ല. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും എ ഓപ്ഷനും സി ഓപ്ഷനും ഡി ഓപ്ഷനും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, ഇൻകറക്റ്റ് അല്ല. സോ ഓപ്ഷൻ ബി ആണ് ഇൻകറക്റ്റ് വരുന്നത് കേട്ടോ. സൾഫർ ഡയോക്സൈഡ് അല്ല, ഹൈഡ്രജൻ ഗ്യാസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. സോ അതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്. ഇവിടെ നമുക്ക് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, എ ലെസ് റിയാക്റ്റീവ് എലമെൻറ്റ് ഗെറ്റ് റീപ്ലേസ്ഡ് ഫ്രം ഇറ്റ്സ് സൊല്യൂഷൻ ബൈ എ മോർ റിയാക്റ്റീവ് എലമെൻറ്റ്. അതായത് ഒരു മോർ റിയാക്റ്റീവ് എലമെൻറ്റും ലെസ് റിയാക്റ്റീവ് എലമെൻറ്റും ഒരു സൊല്യൂഷനിൽ ഉണ്ടെന്നെങ്കിൽ, ഒരു സൊല്യൂഷനിൽ ലെസ് റിയാക്റ്റീവ് എലമെൻറ്റ് ഉണ്ട്, മോർ റിയാക്റ്റീവ് എലമെൻറ്റ് നമ്മളവിടെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ആ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റിനെ ആർക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ് എന്ത് ചെയ്യും, ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റിനെ ഡിസ്പ്ലേസ് ചെയ്യും. ഈ ഒരു റിയാക്ഷനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് എന്ന് വിളിക്കാം. ഓക്കെ, ഈ ഒരു ചാപ്റ്ററുമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു അയൺ റോഡ് നമ്മൾ ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അയൺ ആരെ റീപ്ലേസ് ചെയ്യും, കോപ്പറിനെ റീപ്ലേസ് ചെയ്തിട്ട് അയൺ സൾഫേറ്റ് ആയിട്ട് ആ സൊല്യൂഷൻ മാറും. ടേൺ ടു ബ്ലൂ കളറിലുള്ള കോപ്പർ സൾഫേറ്റ് ഗ്രീൻ കളറായിട്ട് മാറിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ അയണിൻ്റെ ഔട്ടർ ലെയർ ആയിട്ട് കോപ്പർ ഡെപ്പോസിഷനും കാണാൻ പറ്റും. ഇതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും,
നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെന്താണ് ഒരു കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇത് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് പറയാൻ പറ്റില്ല. ഇനി റെസ്റ്റിംഗ് ഈസ് ലോവർ ഇൻ കോസ്റ്റൽ റീജിയൻസ് ആസ് ദ മോയ്സ്ചർ കണ്ടന്റ് ഇൻ ദ എയർ ഈസ് ലെസ്. അതായത് റെസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കൂടുതലായിരിക്കും കോസ്റ്റൽ റീജിയൻസ്. എന്തുകൊണ്ടാണ്? അവിടെ മോയ്സ്ചർ കണ്ടന്റ് കുറവാണ്, എയറിൽ മോയ്സ്ചർ കണ്ടന്റ് കുറവാണെന്ന് പറയുന്നത്. റസ്റ്റിംഗ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കോസ്റ്റൽ റീജിയൻസിലാണ്, കാരണം അവിടെ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലാണ് കേട്ടോ. മോയ്സ്ചർ കണ്ടന്റും സോൾട്ടിൻ്റെ പ്രസൻസ് കൂടുതലാണ്. സോൾട്ടിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ സോൾട്ട് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. സോൾട്ട് ഒരു കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ റിയാക്ഷനെ ഫാസ്റ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് കാറ്റലിസ്റ്റ് എന്ന് പറയും. അപ്പോൾ റിയാക്ഷൻ ആ ഒരു കെമിക്കൽ ചേഞ്ചിനെ ഫാസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ട് ആര് ആക്ട് ചെയ്യും? സോൾട്ട് ആക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ടാണ് നമുക്ക് സോൾട്ട് വാട്ടറിൽ അല്ലെങ്കിൽ നമുക്ക് കോസ്റ്റൽ റീജിയൻസിലൊക്കെ നമുക്ക് ഈ റസ്റ്റിംഗ് കാണാൻ പറ്റുക. ഇതൊരു എക്സെപ്ഷൻ കേസാണ് കേട്ടോ. അപ്പം ഇതെന്താണ് ഒരു കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. റസ്റ്റിംഗ് ഈസ് ലോവർ എന്നാണ് പറഞ്ഞുള്ളത് അല്ലേ. അപ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇത് നമ്മളുടെ ആൻസർ ആയിട്ട് വരില്ല. ഇത് നമ്മളുടെ ആൻസർ ആയിട്ട് വരും. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ഡ്യൂറിങ് എ കെമിക്കൽ ചേഞ്ച് ആറ്റം ബ്രേക്ക് ദെയർ ലിങ്ക്സ് ആൻഡ് ഫോം ന്യൂ ലിങ്ക്സ്. നമ്മൾ പറഞ്ഞല്ലോ ഒരു കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. അപ്പോൾ അവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ന്യൂ ലിങ്ക്സ് എന്ത് ചെയ്യുന്നു? അവർ ക്രിയേറ്റ് ചെയ്യുന്നു കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഫോമിലേക്ക് വരുന്ന സമയത്ത് അല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അവിടെ ന്യൂ കെമിക്കൽ കോമ്പോസിഷനിൽ എന്തെന്നില്ല ചേഞ്ചസ് വരുന്നുണ്ട്. സോ ഇതെന്താണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ നമ്മൾ ആൻസർ അല്ല. ഇനി നമുക്ക് നോക്കാം. ഹീറ്റിംഗ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഈസ് റിവേഴ്സിബിൾ ഫിസിക്കൽ ചേഞ്ച്. അതായത് കാൽഷ്യം കാർബണേറ്റിന് നമ്മൾ ഒരു ഹീറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ, അതിന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന ഒരാളും കാൽഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുക. ഓക്കെ, ഇത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു റിയാക്ഷനാണ് ആക്ച്വലി ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഹീറ്റിംഗ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഇസ് റിവേഴ്സിബിൾ ഫിസിക്കൽ ചേഞ്ച് എന്നാണ് പറയുന്നത്. റിവേഴ്സ് ചെയ്യാൻ പറ്റും. യെസ്, ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന റിയാക്ഷനാണ്, റിവേഴ്സിബിൾ റിയാക്ഷനാണ്. കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് CaCO3 എന്നാണ് നമ്മൾ കെമിക്കൽ ഫോർമുല പറയാം കേട്ടോ. അതിന് നമ്മൾ കാൽഷ്യം ഓക്സൈഡ് ആയിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടാണ് മാറുന്നത്. ഇത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ന്യൂ സബ്സ്റ്റൻസ് ആണ് ഈ ഒരു റിയാക്ഷനിൽ ഹീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് മാറുന്നത്. സോ ഇതെന്താണ് ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ ചേഞ്ച് ആണ് കേട്ടോ. കെമിക്കൽ ചേഞ്ച് ആണ്, ഇറ്റ്സ് നോട്ട് എ ഫിസിക്കൽ ചേഞ്ച്. അപ്പം ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് റോങ് ആണ്, കെമിക്കൽ ചേഞ്ച് ആണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതെന്താണ് ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഏതൊക്കെയാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്? 2 and 4 ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ ബി ആണ്. 2 and 4 എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരും. 2 and 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു വെൻ ഡയഗ്രം ക്വസ്റ്റ്യൻ ആണ്. വെൻ ഡയഗ്രം ക്വസ്റ്റ്യൻസ് മോസ്റ്റ് കോമൺലി നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് കാണുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് സർക്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫിസിക്കൽ ചേഞ്ച് ആണ് കേട്ടോ. ഈ ഒരു സർക്കിൾ എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ച് ആണ്. ദിസ് ഈസ് ആക്ച്വലി എ ഫിസിക്കൽ ചേഞ്ച്. ഈ ഒരു സർക്കിൾ ഫിസിക്കൽ ചേഞ്ച് ആയിരിക്കും. ഈ സർക്കിളിൽ ഇൻക്ലൂഡ് ആവുക കെമിക്കൽ ചേഞ്ചസ് ആയിരിക്കും. ഇനി ഇത് ഈ രണ്ട് സർക്കിളിലും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കോമൺ പാർട്ടാണ് ഈ 3 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ അവിടെ ഫിസിക്കൽ ചേഞ്ചും കാണാൻ പറ്റും, കെമിക്കൽ ചേഞ്ചും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബേണിംഗ് ഓഫ് വുഡ് റെപ്രസെൻറ്റ് 0.2 എന്ന് പറയുന്നത് എന്താണ്? ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. വുഡ് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്യാസസ് ഫോം ചെയ്യുന്നു പറഞ്ഞു, ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ ചേഞ്ച്. അതൊരു കെമിക്കൽ ചേഞ്ച് ആണ് അല്ലേ. അപ്പോൾ അതൊരു കെമിക്കൽ ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ബേണിംഗ് ഓഫ് വുഡ് റെപ്രസെൻറ്റ് 0.2 എന്ന് പറയുന്നത് എന്താണ്? ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ നമ്മളോട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ആൻസർ അല്ല. നമുക്ക് നോക്കാം. ബേണിംഗ് ഓഫ് LPG ഇൻ ദ കിച്ചൺ റെപ്രസെൻറ്റ് 0.3. ബേണിംഗ് ഓഫ് LPGൻ്റെ ബേണിംഗ് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ LPG ആദ്യം ഗ്യാസ് ഇവോൾവ് ചെയ്ത് വരുന്നില്ലേ, അവിടെ ഒരു ഫിസിക്കൽ ചേഞ്ച് കാണാൻ പറ്റും. അതുപോലെ തന്നെ അത് ബേൺ ചെയ്യുന്ന സമയത്ത് മീഥേൻ, ബ്യൂട്ടൈൻ എന്ന് പറയുന്ന ഗ്യാസാണ് LPGയിൽ മോസ്റ്റ് കോമൺലി കാണാൻ പറ്റുക. ആ ബ്യൂട്ടൈൻ ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് പോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്യാസസ് ആയിട്ടും ഹീറ്റ് ആയിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കെമിക്കൽ ചേഞ്ചും കാണാൻ പറ്റും, ഫിസിക്കൽ ചേഞ്ചും കാണാൻ പറ്റും. LPG പുറത്തേക്ക് വരുന്ന സമയത്ത്, ഗ്യാസ് ആയിട്ട് മാറുന്ന സമയത്ത് അവിടെ ഒരു ഫിസിക്കൽ ചേഞ്ചാണ് നമുക്ക് കാണുന്നത്. സോ 0.3 അത് കറക്റ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് നമ്മളുടെ ആൻസർ ആയിട്ട് വരില്ല കേട്ടോ. ഇത് നമ്മളെ ആൻസർ ആയിട്ട് വരില്ല. ഓക്കെ, ഇത് നമ്മളെ ആൻസർ ആയിട്ട് വരില്ല. ഇനി ബേണിംഗ് ഓഫ് പേപ്പർ റെപ്രസെൻറ്റ് 0.1 എന്ന് പറയുന്നത്. 0.1 എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? 0.1 എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ച് ആണ്. നമ്മൾ പേപ്പറിനെ ബേൺ ചെയ്യുന്നു. പേപ്പറിനെ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. അവിടെ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഒരുപാട് തരത്തിലുള്ള ഗ്യാസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. സോ ആ ഗ്യാസ് ഒക്കെ ഫോം ചെയ്യുന്ന ആക്ച്വലി എന്താണ്? ബേണിംഗ് ഓഫ് പേപ്പർ എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ ചേഞ്ച് ആണ്.
ഇറ്റ്സ് നോട്ട് എ ഫിസിക്കൽ ചേഞ്ച്, ഇറ്റ്സ് എ കെമിക്കൽ ചേഞ്ച്. അപ്പോൾ ഇതൊരു കെമിക്കൽ ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ഇത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓപ്ഷൻ സി ആണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് എൻഡോതെർമിക് ചേഞ്ചസ്, എക്സോതെർമിക് ചേഞ്ചസ് എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷനെയാണ് നമ്മൾ എക്സോതെർമിക്. എക്സോ മീൻസ് ഹീറ്റ് റിലീസ് ആണ് കേട്ടോ. എക്സോ എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിലീസ് ആണ്. ഓക്കെ, ഹീറ്റ് റിലീസ് ആണ്. എൻഡോ മീൻസ് ഹീറ്റ് അബ്സോർബ്. ഓക്കെ, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസിനാണ് നമ്മൾ എൻഡോതെർമിക് എന്ന് വിളിക്കുക. ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷനാണ് അല്ലെങ്കിൽ ഹീറ്റ് ഇവോൾവ് ചെയ്യുന്ന റിയാക്ഷൻസിനാണ് വി കോൾ ഇറ്റ് ആസ് എക്സോതെർമിക്. ഇതിൽ ഡിസൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അവിടെ ആക്ച്വലി ഹീറ്റ് അബ്സോർബ് ആണ് ചെയ്യുന്നത് കേട്ടോ. ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറ്റ് അബ്സോർബ് ആണ് ചെയ്യുന്നത്, ഹീറ്റ് ഇവോൾവ് അല്ല ചെയ്യുന്നത്. സോ ഇത് ഒരു എൻഡോതെർമിക് ചേഞ്ച് ആണ്. ഇനി ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് ഫോട്ടോസിന്തസിസിൽ ലൈറ്റ് എനർജി യൂസ് ചെയ്തിട്ടാണ്, ലൈറ്റിൻ്റെയും ക്ലോറോഫിലിൻ്റെ പ്രസൻസിലാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും റിയാക്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷനാണ്. സോ ഇറ്റ്സ് ഓൾസോ ഇൻ എൻഡോതെർമിക് ചേഞ്ച്. ഇതൊരു എൻഡോതെർമിക് ചേഞ്ച് ആണ്. ഇനി ആഡിങ് ബാത്റൂം ആസിഡ് ടു വാട്ടറും ആസിഡും റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷനാണ്. സോ ഇറ്റ്സ് എ എക്സോതെർമിക് ചേഞ്ച്. ഇതൊരു എക്സോതെർമിക് ചേഞ്ച് ആണ്. ഇനി ബേണിംഗ് ഓഫ് മഗ്നീഷ്യം നമ്മൾ ബേൺ ചെയ്യുന്ന സമയത്ത് അവിടെയും ഹീറ്റ് റിലീസ് ആണ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് അല്ലെങ്കിൽ ഹീറ്റ് ഇവോൾവ് ആണ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഓൾസോ എൻ എക്സോതെർമിക് ചേഞ്ച്. ഇനി സ്ലേക്കിംഗ് ഓഫ് ലൈം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. കാൽഷ്യം ഓക്സൈഡ് അതെന്ത് ചെയ്യും, അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരാളായിട്ട് മാറുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ലൈം വാട്ടറായിട്ട് മാറുന്ന പ്രോസസ്സാണ് ആക്ച്വലി സ്ലേക്കിംഗ് ഓഫ് ലൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് ഹീറ്റ് റിലീസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സ്ലേക്കിംഗ് ഓഫ് ലൈം ആക്ച്വലി എന്താണ്, എക്സോതെർമിക് ചേഞ്ച് ആണ്, ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷനാണ്. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ്. എനർജി റിലീസ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എന്താണ്, ഒരു എനർജിയാണ്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എനർജി. അപ്പോൾ എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ആക്ച്വലി റെസ്പിറേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ഓൾസോ എനർജി ഇവോൾവ് ചെയ്യുന്ന പ്രോസസ്സാണ്, എക്സോതെർമിക് ചേഞ്ച് ആണ്. അപ്പോൾ നമുക്ക് 1, 2 മാത്രമാണ് എൻഡോതെർമിക് ചേഞ്ച് വരുന്നത്. 1, 2 മാത്രമാണ് എൻഡോതെർമിക് ചേഞ്ച് വരുന്നത്. ബാക്കിയെല്ലാം 3, 4, 5, 6 ഒക്കെ എന്താണ്, നമുക്ക് എൻഡോതെർമിക് എൻഡോതെർമിക് ചേഞ്ച് നമുക്ക് ഏതൊക്കെയാണ് വരുന്നത്, എൻഡോതെർമിക് ചേഞ്ച് 1ഉം 2 ആണ് വരുന്നത്. എക്സോതെർമിക് ചേഞ്ചസ് ആണ് നമുക്ക് ബാക്കിയെല്ലാം വരുന്നത് അല്ലേ. ബാക്കിയെല്ലാം നമുക്ക് എക്സോതെർമിക് ചേഞ്ചസ് ആണ് വരുന്നത് കേട്ടോ. ബാക്കിയെല്ലാം നമുക്ക് എക്സോതെർമിക് ചേഞ്ചസ് ആണ്. 6, 3, 4, 5, 6 ഒക്കെ നമുക്ക് എക്സോതെർമിക് ചേഞ്ചസ് ആണ് വരുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങനെയാണ് പറയാൻ പറ്റും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്യണം. അതാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ആണ്. ഇതാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കെമിക്കൽ ചേഞ്ചസ് വിൽ ലീഡ് ടു ഇവല്യൂഷൻ ഓഫ് എ ഗ്യാസ് ക്യാൻ ടേൺ ലൈം വാട്ടർ മിൽക്കി. ലൈം വാട്ടറിന് മിൽക്കി ആക്കുന്ന റിയാക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ലൈം വാട്ടറിന് മിൽക്കി ആക്കണമെങ്കിൽ ദർ ഇസ് എ പ്രസൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസിൻ്റെ ഫോർമേഷൻ ആണ്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് ആണ് അവിടെ ഉണ്ടാവേണ്ടത്. സോ അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് പുട്ടിങ് മാർബിൾ ചിപ്സ് ഇൻ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡും മാർബിൾ എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കാർബണേറ്റ് ആണ്. അപ്പോൾ കാർബണേറ്റും ആസിഡും റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഇവോൾവ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ ആ ഗ്യാസിന് ലൈം വാട്ടറിനെ മിൽക്കി ആക്കാൻ പറ്റും. ലൈം വാട്ടറിനെ മിൽക്കി ആക്കാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന സൊല്യൂഷനാണ് ലൈം വാട്ടർ എന്ന് പറയുന്നത്. അത് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ഒരു ഫോം ക്രിയേറ്റ് ചെയ്യും. അതാണ് മിൽക്കി അപ്പിയറൻസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ടെമ്പററി ചേഞ്ച് ആണ് വരുന്നത്. അപ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന സൊല്യൂഷനിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്ന സമയത്ത് മാത്രമാണ്, ആക്ച്വലി ലൈം വാട്ടറിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ചേഞ്ച് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ടെമ്പററി ചേഞ്ച് ആണത്. ഇനി മിക്സിങ് കാൽഷ്യം കാർബണേറ്റ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. കാൽഷ്യം കാർബണേറ്റും സൾഫ്യൂരിക് ആസിഡും മിക്സ് ചെയ്ത് കഴിഞ്ഞാലും അവിടെയും കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് ആണ് ഫോം ചെയ്യുക. CO2 എന്ന് പറയുന്ന ഗ്യാസ് ആണ് അവിടെ ഫോം ചെയ്യുക. അപ്പോൾ ആ CO2 ഗ്യാസിന് ലൈം വാട്ടറിനെ മിൽക്കി ആക്കാൻ പറ്റും. ഇനി ഹീറ്റിംഗ് കാൽഷ്യം കാർബണേറ്റ് സ്ട്രോങ്ലി. കാൽഷ്യം കാർബണേറ്റിനെ സ്ട്രോങ്ലി നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞല്ലോ കാൽഷ്യം കാർബണേറ്റിനെ സ്ട്രോങ്ലി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. സോ അവിടെയും കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി പുട്ടിങ് സിങ്ക് ഗ്രാനുവൽസ് ഇൻ ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ആണ്, H2 എന്ന് പറയുന്ന ഗ്യാസ് ആണ് അവിടെ ഫോം ചെയ്യുക. സോ ബാക്കി 3 സിറ്റുവേഷനിലും കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, ഒരു സിറ്റുവേഷനിൽ ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഫോം ചെയ്യുന്നത്. സോ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ആണ് 1, 2, 3 എന്ന് പറയുന്നത്. സോ അവിടെ ലൈം വാട്ടറിനെ മിൽക്കി ആക്കാൻ പറ്റും. സോ 1, 2 and 3 എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. കാരണം ഈ ഒരു ഇവല്യൂഷൻ ആണ് ആക്ച്വലി ലൈം വാട്ടറിനെ മിൽക്കി ആക്കാൻ പറ്റുന്നത് കേട്ടോ. സോ ഓപ്ഷൻ ബി ആണ് നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാം.
ഇതാണ് നമ്മളുടെ ഈ ഒരു ലൈം വാട്ടർ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് ലൈം വാട്ടർ എന്ന് പറയുന്നത്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അതിന് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും, കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ലൈം വാട്ടറിന് മിൽക്കി അപ്പിയറൻസ് എന്ത് ചെയ്യും, കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവും. അതിനൊപ്പം തന്നെ വാട്ടറുമായിട്ട് ഇതൊരു ടെമ്പററി ചേഞ്ച് ആണ് കേട്ടോ. ഈ ഒരു ചേഞ്ചിനെ കുറിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് മെഗ്നീഷ്യം റിബൺ. അതായത് ഒരു മെഗ്നീഷ്യം റിബൺ നമ്മൾ ബേൺ ചെയ്യുന്ന സമയത്ത് അത് മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു ഫോമിലേക്കാണ് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു ഫോമിലേക്കാണ് എന്ത് ചെയ്യുന്നത്, അത് മാറുന്നത് കേട്ടോ. മെഗ്നീഷ്യം ഓക്സൈഡിലേക്ക് മാറുന്ന സമയത്ത് ഇറ്റ്സ് എ കെമിക്കൽ ചേഞ്ച്, അതുപോലെ തന്നെ ഹീറ്റ് റിലീസ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ കൂടിയാണ്. മെഗ്നീഷ്യം ബേൺസ് വിത്ത് ഡാസ്ലിംഗ് വൈറ്റ്. ഇത് ഫോം ചെയ്യുന്ന സമയത്ത് ഒരു ഡാസ്ലിംഗ് വൈറ്റ് അപ്പിയറൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ പറഞ്ഞുള്ളത്. ഇനി ആഷ് ഈസ് ഫോംഡ് ഈസ് പൗഡേർഡ് മഗ്നീഷ്യം ഓൺലി. അതായത് പൗഡേർഡ് മഗ്നീഷ്യം ആണ് അവിടെ ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. ആക്ച്വലി പൗഡേർഡ് മഗ്നീഷ്യം അല്ല, അവിടെ ആഷ് ഫോർമേഷൻ ആണ് ഉണ്ടാവുന്നത്. ആഷ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, മെഗ്നീഷ്യം ഓക്സൈഡിനെയാണ് നമ്മൾ ആഷ് എന്ന് വിളിക്കുന്നത്. സോ മെഗ്നീഷ്യം ഓൺലി എന്ന് പറയുന്നത് റോങ് ആണ്. ഇനി ദ സൊല്യൂഷൻ ഫോംഡ് ഈസ് മഗ്നീഷ്യം ഓക്സൈഡ്. ഇതാണ് MgO എന്ന് പറയുന്നതാണ് മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത്. സോ ഇത് കറക്റ്റ് ആണ്. ഇനി ദ സൊല്യൂഷൻ ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്. അതായത് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കാൻ പറ്റും എന്ന് പറയുന്നത്. ഈ മഗ്നീഷ്യം ഓക്സൈഡ് ആക്ച്വലി ഒരു ബേസിക് പ്രോപ്പർട്ടി ഉള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ബേസിക് പ്രോപ്പർട്ടി ഉള്ള ഒരാൾക്ക് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കാൻ പറ്റുമോ? ഇല്ല. റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കാൻ പറ്റും. ഓക്കെ, ആസിഡ് ആണ് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുക. ബേസിക് ആയിട്ടുള്ള ആളുകൾ റെഡ് ലിറ്റ്മസിനെയാണ് ബ്ലൂ ആക്കുക. ഓക്കെ, ഈ ഒരു രണ്ട് ചേഞ്ചസ് എന്ത് ചെയ്യണം, കളർ ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇത് റോങ് ആണ്. അപ്പം 1ഉം 3 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ 1 and 3 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത് അല്ലേ. 1 and 3 എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ഇല്ല അല്ലേ, ഓപ്ഷൻ ഇല്ല. സോ 1 and 3 എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. 2 and 3 എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ 1 and 3 എന്ന് പറയുന്ന ഓപ്ഷനാണ് കേട്ടോ. സോ ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. 1ഉം അതുപോലെ തന്നെ 3ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. ഈ ഒരു ഓപ്ഷനിൽ ഓപ്ഷൻ ഇല്ലായിരുന്നു, നമ്മൾ ഓപ്ഷൻ ബി ആണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. മെഗ്നീഷ്യം ഓക്സൈഡ് ഒരു ബേസിക് പ്രോപ്പർട്ടി ഉള്ള ഒരാളാണ്. വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരാളാണ് ഫോം ചെയ്യുക. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഇറ്റ്സ് എ ബേസ്. ഓക്കെ, ബേസിന് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കാൻ പറ്റില്ല, റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കാനാണ് പറ്റുക കേട്ടോ. ഓക്കെ, സോ അതെന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കാം. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് നമുക്കുള്ളത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. വെൻ carbon dioxide is passed through lime water, it turns milky, but on passing excess carbon dioxide the milkiness disappear. അതായത് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ലൈം വാട്ടറിലേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് അത് കാൽഷ്യം കാർബണേറ്റിന്റെ ഫോർമേഷൻ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടെമ്പററി ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്. നമ്മൾ എക്സസ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അവിടേക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇൻസോളിബിൾ ആയിട്ടുള്ള കുറച്ച് ആളുകൾ ഫോം ചെയ്യും. അത് സോഡിയം, അതായത് കാൽഷ്യം ബൈകാർബണേറ്റ് പോലെയുള്ള അല്ലെങ്കിൽ സോളിബിൾ ആയിട്ടുള്ള ബൈകാർബണേറ്റ്സ് എന്ത് ചെയ്യും, അവിടെ ഫോം ചെയ്യും കേട്ടോ. അപ്പം കാൽഷ്യം ബൈകാർബണേറ്റ് പോലെയുള്ള കാര്യങ്ങൾ അവിടെ ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ഇൻസോളിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് മാറും, എക്സസ് ആയിട്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്താൽ കേട്ടോ. അപ്പം മിൽക്കിനെസ് അവിടെ ഡിസപ്പിയർ ചെയ്യും. അവിടെ ഒരു ടെമ്പററി ആയിട്ടുള്ള ചേഞ്ചിന് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിട്ട് മാറും. ഓക്കെ, അപ്പം ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിട്ട് എന്ത് ചെയ്യും, അവിടെ മാറും. അപ്പോൾ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ ചേഞ്ച് എന്ത് ചെയ്യും, അവിടെ നടക്കും ഈ ഒരു എക്സസ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കുന്ന സമയത്ത്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ദ കാൽഷ്യം കാർബണേറ്റ് ഡിസോൾവ്സ് ഫോമിങ് എ സോളിബിൾ ബൈകാർബണേറ്റ്. സോളിബിൾ ആയിട്ടുള്ള ഒരു ബൈകാർബണേറ്റ് എന്ത് ചെയ്യും, അവിടെ ഫോം ചെയ്യും കേട്ടോ. അതാണ് ഈ ഒരു സിറ്റുവേഷനിൽ നടക്കുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. കുറേ മോസ്റ്റ് ഓഫ് ദ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തില്ല. സോ ഇനിയും ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഓരോ വീഡിയോസ് നിങ്ങൾക്ക് റെഗുലർ ഇൻ്റർവെൽസിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പെർട്ടിക്കുലർലി ലൈവ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ടോപ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഏതെങ്കിലും പാർട്ടിൽ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നമ്മൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ത്രൂ ആണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി അഡ്മിനുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തന്നെ ചോദിക്കാൻ ശ്രമിക്കുക, നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കാം ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അതൊക്കെ നിങ്ങൾക്ക് വരും വഴി നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പം ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഏർലി തന്നെ നമ്മൾ ഈ എക്സാമിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും NSMCക്ക് വേണ്ടി ഒരു ഓൾ ദി ബെസ്റ്റ് കൂടി പറയാണ്. നമ്മൾ ഇനിയും ഒരുപാട് ചാപ്റ്റേഴ്സുമായിട്ട് വരുന്നതായിരിക്കും. സോ താങ്ക് യു.